Two of the greatest problems I have seen among believers is condemning oneself and getting discouraged. വിശ്വാസികളുടെ ഇടയിൽ ഞാൻ കണ്ടുവരുന്ന ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് തങ്ങളെ തന്നെ കുറ്റം വിധിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുകയാണ്. Particularly in our churches. പ്രത്യേകിച്ച് നമ്മുടെ സഭകളിൽ. Because we preach such a high standard of holiness. വിശുദ്ധിയുടെ വളരെ ഉന്നതമായ നിലവാരത്തെക്കുറിച്ച് നാം പ്രസംഗിക്കുന്നത് കൊണ്ട്. In other churches where they don't preach holiness, മറ്റ് അനേക സ്ഥലങ്ങളിലും വിശുദ്ധിയെക്കുറിച്ച് അധികം പ്രസംഗിക്കാറില്ല. Even though they live in sin, they don't condemn themselves. അവർ പാപത്തിൽ ജീവിച്ചാൽ പോലും അവർ തങ്ങളെ തന്നെ കുറ്റം വിധിക്കാറില്ല. And they don't get discouraged. അവർ നിരാശപ്പെടാറുമില്ല. Even though they are living in sin. അവർ പാപത്തിൽ തുടർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് നിരാശയില്ല. They say, oh, the blood of Jesus cleanses us, we are okay. അവർ പറയും, ഓ, യേശുവിന്റെ രക്തം എല്ലാ പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കും, going to heaven. ഞങ്ങൾ സ്വർഗ്ഗത്തിലോട്ടാണ് പോകുന്നത്. So we don't want to sink to that level. ആ ഒരു നിലവാരത്തിലേക്ക് താഴുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. We don't want to sink to the level where we say, once saved, I'm always saved, I can live as I like. അതുപോലെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നും രക്ഷയാണ്, രക്ഷ പിന്നെ നഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് എങ്ങനെ വേണേലും എനിക്ക് ജീവിക്കാമെന്നുള്ള ആ ഒരു നിലവാരത്തിലേക്കും താഴുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. So many believers who live like that. അനേക വിശ്വാസികളും അങ്ങനെയാണ് ജീവിക്കുന്നത്. I accepted Christ so many years ago, I'm all right. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അതുകൊണ്ട് എൻ്റെ ജീവിതം ശരിയാണ്. We don't preach that. നമ്മളത് പ്രസംഗിക്കാറില്ല. We preach what it says in Hebrews 3. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ എന്താണോ പറയുന്നത് അതാണ് നാം പ്രസംഗിക്കുന്നത്. And verse 14. അതിന്റെ 14-ാമത്തെ വാക്യം. How can we become partakers of Christ? നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൽ പങ്കാളികളാകുവാൻ കഴിയുന്നത്? Here is the answer. അതിന്റെ ഉത്തരം ഇവിടെയാണ്. From the Holy Spirit in Hebrews 3:14. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. You don't have to get an answer from any man. ഒരു മനുഷ്യനിൽ നിന്നും ഇതിനൊരു ഉത്തരം നമുക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല. People sometimes ask me, Brother Zach, do you believe once saved you're always saved? ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും, ബ്രദർ സാക്ക്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ എന്നും നിൽക്കും, നഷ്ടപ്പെടുകയില്ല എന്നുള്ളതിൽ വിശ്വസിക്കുന്നുണ്ടോ? I say, let's read what the Holy Spirit says in Hebrews 3:14. ഞാൻ അവരോട് പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത് വായിച്ചു നോക്കുക. My opinion and your opinion is not important. എന്റെ അഭിപ്രായമോ നിന്റെ അഭിപ്രായമോ അല്ല പ്രാധാന്യം. How can I be a partaker of Christ? എങ്ങനെയാണ് എനിക്ക് ക്രിസ്തുവിൽ ഒരു പങ്കാളിയായി തീരുവാൻ കഴിയുന്നത്? Here it is. അത് ഇതാണ്. If we hold fast the beginning of our assurance firm until the end. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. And then I tell them another verse. മറ്റൊരു വാക്യം ഞാൻ അവരെ കാണിക്കാറുണ്ട്. John chapter 10. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. How nobody can pluck us from the Father's hand, from Jesus' hand. എൻ്റെ പിതാവിന്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും അവരെ കവർന്നു കളയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പറയുന്ന ഒരു ഭാഗമാണ്. But for whom? ആരെക്കുറിച്ചാണ് അത് പറയുന്നത്? See, supposing you get a check for 100,000 dinars. ഒരു പക്ഷേ നിങ്ങൾക്ക് 1,00,000 ദിനാറിന്റെ ഒരു ചെക്ക് കിട്ടിയെന്നിരിക്കട്ടെ. And you're very excited. നിങ്ങൾക്ക് അത് വളരെ സന്തോഷമുളവാക്കും. But then you look at the name, it is somebody else's name. പക്ഷേ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെക്കിന്റെ എമൗണ്ട് 1,00,000 ആണെങ്കിലും അത് നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്ന പേര് വേറൊരാളുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. It's not for me. അത് എനിക്കുള്ളതല്ല എന്ന് Suddenly your joy disappears. പെട്ടെന്ന് നിങ്ങളുടെ സന്തോഷം മാറിപ്പോകും. So whenever you read a promise in the Bible, വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിങ്ങൾ വായിക്കുമ്പോൾ check. അത് നോക്കുക. No one can pluck them out of my hand. എന്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കുവാൻ ആർക്കും No കഴിയില്ല. one can pluck from the Father's hand. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. Please see if it is in your name. അത് നിങ്ങളുടെ കാര്യമാണോ, നിങ്ങൾക്കുള്ളതാണോ എന്ന് നിങ്ങളത് വായിച്ചു നോക്കണം. Maybe in somebody else's name. ഒരു പക്ഷേ അത് മറ്റൊരാളെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമായിരിക്കും. Let's see whose name it is. ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് നോക്കാം. Verse 27. അതിന്റെ My sheep hear my voice. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. Hear means not just hear, but it means obey. That's the meaning of കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക മാത്രമല്ല, അനുസരിക്കുകയോട് ചെയ്യുകയാണ്. And I know them. എനിക്ക് അവയെ അറിയാം. And they follow me. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. So if you are a sheep who hears, obeys Jesus and follows him, നിങ്ങൾ അങ്ങനെ ഒരു ആടാണ്, യേശുവിന്റെ ശബ്ദം കേൾക്കുകയും യേശുവിനെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, then this check is in your name.
അങ്ങനെയെങ്കിൽ ഈ ചെക്ക് നിങ്ങളുടെ പേരിലുള്ളതാണ്. I give you eternal life, you'll never perish, nobody will ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവരെ എൻ്റെ കയ്യിൽ നിന്ന് കവർന്നു കളയുവാൻ ആർക്കും കഴിയുകയില്ല. But what if you don't follow him? പക്ഷേ നിങ്ങൾ യേശുവിനെ പിന്തുടരുന്ന ആളല്ലെങ്കിൽ Then this check is not in your name, it's for somebody else. അങ്ങനെയെങ്കിൽ ഈ ചെക്ക് നിങ്ങളുടെ പേരിലുള്ളതല്ല, മറ്റാരുടെയോ പേരിലുള്ളത്. Okay, I'll show another verse. മറ്റൊരു വാക്യം നിങ്ങളെ കാണിച്ചു തരാം. Revelation 3. വെളിപാട് പുസ്തകം 3-ാം അധ്യായം. He who overcomes, ജയിക്കുന്നവന്. this is spoken to an elder in a church in Sardis, not ordinary person. ഇത് സർദീസിലെ ഒരു സഭയുടെ മൂപ്പന് എഴുതിയ കാര്യമാണ്, സാധാരണ വിശ്വാസികൾക്ക് എഴുതിയതല്ല. Chapter 3 verse 1, tell the messenger of the church in Sardis. സർദീസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. Messenger means the leader there. അതിന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എൽഡറാണ്, ആ സഭയുടെ He who ലീഡറാണ്. overcomes ജയിക്കുന്നവന് will be clothed in white garments. അവന് വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട്. That doesn't mean that even if you don't overcome, you'll still be clothed in white garments. അവന് ജയിക്കുന്നില്ലെങ്കിലും വെള്ള ഉടുപ്പ് ധരിക്കുമെന്ന് എഴുതിയിട്ടില്ല. No. ഇല്ല. See whose name the check is. ആരുടെ പേരിലാണ് ഈ ചെക്ക് എന്ന് He നോക്കുക. who overcomes, ജയിക്കുന്നവന് he will be clothed in white garments. അവൻ വെള്ള ഉടുത്തുകൊണ്ട് എന്നോട് കൂടെ And നടക്കും. Lord Jesus says, I will not rub out, erase his name from the book of life. അവിടെ യേശു പറയുന്ന അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുകയില്ല. So now my question comes, ഇപ്പോഴ് എന്റെ ചോദ്യം ഇതാണ്, can somebody's name be erased from the book of life? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ആരുടെയെങ്കിലും പേര് മായ്ച്ചു കളയുവാൻ കഴിയുമോ? Oh, let us ask ourselves, who knows more about the book of life, Jesus Christ or you? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കാണോ യേശു ക്രിസ്തുവിനാണോ? You and I may have our opinions about it. നമുക്ക് നമ്മുടേതായ അഭിപ്രായം കാണും അതിനെക്കുറിച്ച്. Doesn't God know the future? How can he write a name and then erase it? ദൈവത്തിന് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എഴുതി വെച്ച് പിന്നെ മായ്ച്ചു കളയേണ്ട ആവശ്യം എന്താണ്? These are all human questions. ഇതൊക്കെ നമ്മുടെ മാനുഷികമായ ലോജിക്ക് വെച്ചുള്ള ചിന്തയാണ്. I believe, let God be true and every man a liar. അതെ, ദൈവം സത്യവാൻ, മനുഷ്യരെല്ലാം പോഷ്ക് പറയുന്നവരെ വരൂ എന്നുള്ള ദൈവവചനം If സത്യം. ഞാൻ വിശ്വസിക്കുന്നു. if Jesus says your name can be erased, it is not an empty threat. It can be done. ഇത് ഒരു യേശു ആണ് പറയുന്നത് നിങ്ങളുടെ പേര് മായ്ച്ചു കളയാൻ പറ്റുമെങ്കിൽ അത് വെറും ഒരു വ്യാജ ഭീഷണിയൊന്നുമല്ല. I've heard of these village grandmothers when they want to make their grandchildren eat food. നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലുള്ള വല്യമ്മച്ചിമാരൊക്കെ കൊച്ചുമക്കളെയൊക്കെ ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി കിഴവിക്കഥകളൊക്കെ പറയാറുണ്ട്. If you don't eat, we'll call the police. അല്ലെ നിങ്ങളെ കൊച്ചിനെ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. You think she'll really call the police? ഈ അമ്മച്ചിമാർ ശരിക്കും പോലീസിനെ വിളിക്കാൻ വേണ്ടിയാണോ പറയുന്നത്? It is an empty threat. ഇതൊക്കെ വെറും ഒരു വ്യാജ ഭീഷണിയാണ്. We have all heard such stories from childhood. ചെറുപ്പം മുതലേ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ട് വളർന്നവരാണ്. And one day we read, Jesus says, I will erase your name from the book of life. അപ്പോൾ ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത് യേശു പറയുന്നു, ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് മായ്ച്ചു കളയുമെന്ന് പറഞ്ഞാൽ. Yeah, my grandmother also used to speak like that. എന്റെ വല്യമ്മച്ചി ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് No, it doesn't really happen. ഇത് ശരിക്കും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് നമ്മൾ പറയുമോ? I want to tell you something. Jesus Christ is not like your grandmother. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വല്യമ്മച്ചിയെ പോലെ അല്ല എൻ്റെ യേശു ക്രിസ്തു. His yes is yes, his no is no. യേശു ക്രിസ്തു പറയുന്ന ഊവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്. Even though I cannot explain it, I believe the name can be erased from the book of life. എനിക്ക് അത് നിങ്ങളോട് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കളയാൻ പറ്റും. നിങ്ങൾ ജയിക്കുന്നില്ല. So that is the standard we preach, a very high standard of holiness. നമ്മള് വിശുദ്ധിയുടെ ഉന്നത നിലവാരമാണ് പ്രസംഗിക്കുന്നത്. Jesus said in Matthew 5, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, verse 48. അതിന്റെ 48-ാമത്തെ വാക്യം. Have you ever heard a message on this verse? ഈ വാക്യത്തെ അടിസ്ഥാനമായി ഒരു സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? What does it say? എന്താണ് പറയുന്നത്? You must be perfect like your heavenly Father is perfect. Matthew 5:48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകും. Read it carefully. നിങ്ങൾ വളരെ നന്നായിട്ട് അതൊന്ന് വായിക്കുക. It doesn't say here you will become perfect one day like your heavenly Father is perfect. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും ഒരു നാളിൽ സൽഗുണപൂർണനാകുമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. That is a comforting message. അത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. But this is a challenge. പക്ഷേ ഇത് നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു You കാര്യം. must be perfect like your heavenly Father is നിങ്ങളുടെ perfect. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം എന്നുള്ളത് നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു One who believes that ഇത് വിശ്വസിക്കുന്നയാള്
and accepts that challenge ആ വെല്ലുവിളി സ്വീകരിക്കുന്ന ആള് will say what it says in Hebrews 6:1, let us press on to perfection. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും ഇത് അംഗീകരിച്ചുകൊണ്ട് പറയും, നമുക്ക് അത് സൽഗുണപൂർത്തി പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് മുന്നോട്ട് പോകാം. Hebrews 6:1. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. Because Jesus has said, I must be perfect like my heavenly Father is perfect. എന്റെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും സൽഗുണപൂർണനാകാം. It's like bringing me to the foot of a mountain and saying, you must go to the top of this mountain. നമ്മൾ ഒരു പർവ്വതം കയറുവാൻ പോകുമ്പോൾ അതിന്റെ മുകളിൽ ചെന്നിട്ടല്ല, താഴെ നിന്ന് നമുക്ക് ഈ പർവ്വതം കയറാൻ ഉത്സാഹിക്കാമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന പോലെയാണ്. That doesn't mean you will reach the top in a few moments. ചില നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ആ പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് എത്തുമെന്നല്ല. To reach perfection may take me all my life. ഒരു പക്ഷേ ഈ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ എന്റെ ജീവിതം മുഴുവനും എനിക്ക് കാത്തിരിക്കേണ്ടി വരും. I must press on. പക്ഷേ എനിക്ക് അതിനുവേണ്ടി ഉത്സാഹിച്ച് മുന്നോട്ട് പോകണം. So when we hear messages like this, it's very easy to get discouraged. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിരുത്സാഹപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. And that is why in so many churches they have just stopped preaching all these messages. അതുകൊണ്ടാണ് പല സഭകളിലും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ പോലും ഇല്ലാതായിരിക്കുന്നത്. Sermon on the Mount is very discouraging to read it. ശരിക്കും ഇത് വായിച്ചാൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങളൊക്കെ നമുക്ക് ഈ നിലവാരത്തിൽ എത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളെ ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്തും. So most churches they don't preach it. അതുകൊണ്ടാണ് അനേക ഇടങ്ങളിൽ ഇത് പ്രസംഗിക്കാത്തത്. They only preach, if you sin, confess it, Jesus will forgive you. അവർ പ്രസംഗിക്കുന്ന ഇതുമാണ്, നിങ്ങൾ പാപം ചെയ്താൽ അത് ദൈവത്തോട് മനസ്തപിച്ച് ഏറ്റു പറഞ്ഞാൽ മതി, യേശു അത് ക്ഷമിക്കും. So the result is that this is what is called milk. They keep on drinking milk all the time. അതിന്റെ ഫലം ഇത് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വെറും പാല് കുടിക്കുന്നത് പോലെയാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് പോലെ ഇത് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുക. See, there's nothing wrong in drinking milk if you're a baby. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ പാല് കുടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. If you see a baby sitting here with the milk bottle, ഇവിടെ ഒരു കുഞ്ഞ് മുലക്കുപ്പിയുമായി ഇരിക്കുന്നത് നമ്മൾ കണ്ടാൽ nothing wrong. അത് തെറ്റൊന്നുമില്ല. But if you see a 25-year-old man with milk bottle, പക്ഷേ 25 വയസ്സുള്ള കൊച്ച് ഒരു പാൽക്കുപ്പിയുമായിരിക്കുന്നത് ഒരു പുരുഷൻ ഒരു പാൽക്കുപ്പിയുമായിരിക്കുന്നത് കണ്ടാൽ something is wrong. അവിടെ എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് തോന്നും. And if you go to a church and you see 500 men drinking from milk bottles, അതെ, നിങ്ങളൊരു വലിയ സഭയിൽ പോവാണ്, 500 പേരും ഈ വിധത്തിലുള്ള ആ ഒരു പാൽക്കുപ്പി കുടിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ, I say, this is what Paul says. You people are all babies. When are you going to grow up? I can only give you milk. അതെ, നിങ്ങൾ ഇപ്പോഴും ശിശുക്കളായിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ വളർന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം തരുവാൻ എനിക്ക് കഴിയുന്നതെന്ന് പൗലോസ് ഒരിടത്ത് ചോദിക്കുന്നുണ്ട്. 1 Corinthians chapter 3. 1 കൊരിന്ത്യർ 3-ാം അധ്യായം verse 2. I gave you milk because you could not drink, you could not eat anything else. പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, മറ്റൊന്നും കഴിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ല എന്ന് പൗലോസ് അവിടെ പറയുന്നു. And so you see, there were even in those days people who kept on drinking milk all the time. അവിടെ അവര് മറ്റുള്ളവരെ പോലെ തുടർമാനമായിട്ട് പാല് മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. There are many churches like that today. അനേക സഭകളും അങ്ങനെയുണ്ട്. Understand this. ഇത് മനസ്സിലാക്കുക. What is milk? എന്താണ് പാല്? It is to say that if you sin, you will be forgiven. നിങ്ങൾ പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കും. It is not serious that you sin. നിങ്ങൾ പാപം ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. The blood of Jesus is always there. യേശുവിന്റെ രക്തം എപ്പോഴും ഉണ്ട്. And you keep on hearing that and you live in a circle. ഇത് നിങ്ങൾ എന്നും കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു വൃത്തത്തിലാണ് ജീവിക്കുന്നത്. You sin, നിങ്ങൾ പാപം ചെയ്യുക, you confess it, നിങ്ങൾ അത് ഏറ്റുപറയുക, you are forgiven, ദൈവം നിങ്ങളോട് ക്ഷമിക്കും. and then you again sin, നിങ്ങൾ പിന്നെയും പാപം you ചെയ്യുക, confess it, പിന്നെയും നിങ്ങൾ and you are ഏറ്റുപറയുക, forgiven, ദൈവം പിന്നെയും ക്ഷമിക്കും. and you go round and round and round in circle all your life. നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ ഈ വൃത്തത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. These children have a thing called merry-go-round where they sit in wooden horses and go round and round and round. അതെ, നമ്മുടെ ഈ പാർക്കുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാൻ വേണ്ടി മെറി ഗോ റൗണ്ട് പോലുള്ള ഇത് ഇരിക്കുന്നത് പോലെയാണ്. You never move forward. അവർ മുന്നോട്ട് പോകില്ല, ഒരു ഇതിന്റെ ചുറ്റും തന്നെ They are കറങ്ങിക്കൊണ്ടിരിക്കും. moving, but they are always moving in a circle. അവര് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ അവർ ഒരു വൃത്താകൃതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പോയിട്ട് തന്നെ തിരികെ വരും. This is what we see with so many believers. അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ നാം കണ്ടുവരുന്നത് ഇത് തന്നെ. But in our church we say we press on to perfection. എന്നാൽ
നാം നമ്മുടെ സഭയിൽ പറയുന്നത് നമ്മളെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ഉത്സാഹിച്ച് മുന്നോട്ട് പോകുക. We don't want people sitting here drinking milk all their life. അത് അവരുടെ ജീവിതം മുഴുവനും ഇവിടെ ഇരുന്ന് പാല് കുടിക്കണമെന്ന് വിശ്വാസികളെ കുറിച്ച് നാം ആഗ്രഹിക്കുന്നില്ല. We want our children to go from kindergarten to first standard to second standard to third standard to get PhD finally. നമ്മുടെ കുഞ്ഞുങ്ങള് അവരുടെ കിൻഡർ ഗാർഡനിൽ നിന്ന് 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും അത് കഴിഞ്ഞ് ഒരു PhD ഡോക്ടറേറ്റ് എടുക്കുന്ന നിലവാരം വരെ അവർ വളർന്നു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. That is the heart of a father. അതാണ് ഒരു പിതാവിന്റെ ഹൃദയം. Don't you want your children to get a good education? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? Every one of them. എല്ലാവരും അങ്ങനെയാണ്. Supposing you got a large family of 10 children. ഒരുപക്ഷെ 10 കുഞ്ഞുങ്ങളുള്ള ഒരു വലിയ കുടുംബമാണ് നമ്മുടെ. How many of them you want to get good education? അവരിൽ എത്ര പേർക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു? Only one? ഒരാൾക്കാണോ? No, then you're a bad father. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശരിയായ നല്ല ഹൃദയമുള്ള പിതാവല്ല. I want everyone in our church to grow to perfection. നമ്മുടെ സഭയിലുള്ള എല്ലാവരും ഈ പരിജ്ഞാനബുദ്ധിയുടെ അളവിലേക്ക് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Remain in the kindergarten forever. എന്നും ഈ നഴ്സറി സ്കൂളിൽ ഉള്ള ആ നിലവാരത്തിലല്ല. That is why we keep on challenging people again and again in every conference. അതുകൊണ്ടാണ് എല്ലാ കോൺഫറൻസിലും നമ്മൾ ഓരോ പ്രാവശ്യവും ഇവരെ വെല്ലുവിളിക്കുന്നത്. We can say that basically every conference we have the same message. Let us press on to perfection. അതെ, നമ്മുടെ പഴയ കാലങ്ങളിലെ കോൺഫറൻസുകളൊക്കെ നോക്കി എല്ലാ കോൺഫറൻസിലും ഇതേ ഒരു സന്ദേശമാണ് നാം ഊന്നി പറയുന്നത്. നാം പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ഉത്സാഹിച്ച് മുന്നോട്ട്. Because that is the will of God. അതാണ് ദൈവത്തിന്റെ ഹിതം നമ്മളെ. Because nobody else is preaching it. കാര്യം മറ്റാരും ഇതിപ്പോൾ പ്രസംഗിക്കാറില്ല. Where have you heard about people preaching let us press on to perfection? പരിജ്ഞാനപൂർത്തിയിലേക്ക് മുന്നേറുക എന്നുള്ളത് എവിടെയാണ് നിങ്ങൾ കേൾക്കുന്ന പ്രസംഗം? Where have you heard a message saying that we can overcome sin, we can overcome anger? പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയും, കോപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഉള്ള സന്ദേശം നമ്മൾ എവിടെയാണ് കേൾക്കുന്നത്? That anger is a worse sin than cancer is a disease. അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്ന രോഗത്തെക്കാൾ വലിയ മാരകമാണ് കോപം എന്ന പാപം നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കും. How many people believe it? എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? How many people emphasize that in your family you must get rid of this cancer? അതെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ കോപം എന്ന ഈ ക്യാൻസറിനെ അത് ഒഴിവാക്കണമെന്ന് നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? And so we praise the Lord that many people have taken it seriously and it has become real in their lives. അതെ, അനേകരും ഇത് ഗൗരവമായിട്ട് ഏറ്റെടുത്തു. ഇത് അവരുടെയൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. For example, ഉദാഹരണത്തിന്, you know this verse in Ephesians 4. എഫെസ്യ ലേഖനത്തിലെ ഈ വാക്യം നിങ്ങൾക്കറിയാം. Ephesians 4 and verse 26. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. I have spoken on it for 40 years. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇത് സംസാരിക്കുന്നു. And I will keep on speaking it till the end of my life. എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. Be angry but don't sin. കോപിച്ചാൽ പാപം ചെയ്യരുത്. What is the anger which is sinful and what is the anger which is not sinful? പാപം ഉളവാക്കുന്ന കോപം ഏതാണ്, പാപം ഉളവാക്കാത്ത കോപം ഏതാണ്? Let us look at Jesus, we get the answer. യേശുവിലേക്ക് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. When did he get angry and when did he not get angry? എപ്പോഴാണ് യേശു കോപിച്ചത്, എപ്പോഴാണ് യേശു കോപിക്കാതിരുന്നത്? When he saw people making money in the temple in the name of God, he was very angry. യേശു ദേവാലയത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ അവര് ധനസമ്പാദനം നടത്തുന്നത് കണ്ടപ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ കോപമുളവായി. So angry that he took a whip and chased all the animals out. യേശുവിന് അത്രയും കോപം വന്നു, അത് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കി. Supposing you see somebody exchanging money here on the table. ആരെങ്കിലും ഇവിടെ ഈ ടേബിളിൽ വന്നിട്ട് പണമിടപാട് നടത്തുന്നതായിട്ട് കണ്ടാൽ, coins are on the table. ഇവിടെ എല്ലാം ഇങ്ങനെ നാണയങ്ങൾ ഇട്ടിരിക്കുകയാണ്. And somebody comes and turns the table and makes all the coins fly away. ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ ടേബിള് മറിച്ച് കളഞ്ഞിട്ട് അവനെ അടിച്ചു പുറത്താക്കുകയാണെങ്കിൽ, you'll think that man got angry. തീർച്ചയായിട്ടും അവൻ നല്ല കോപമുള്ളവനായിട്ടാണ് അത് ചെയ്തത്. That's exactly what Jesus did. അത് തന്നെയാണ് യേശു ചെയ്തത്. He did not go to them and say, will you gentlemen please remove this. യേശു സൗമ്യതയുടെ അവരുടെ അടുത്ത് പോയി നിങ്ങൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുമോ എന്നൊന്നും ചോദിച്ചില്ല. He just turned it and said, get out of here. യേശു അത് മറിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പറഞ്ഞു. That is anger without sin. അത് പാപം ചെയ്യാത്ത ഒരു കോപമാണ്. Because he was angry because the glory of God was being dishonored in the temple, making money. അതെ, ഇവിടെ ദൈവത്തിന്റെ നാമം അവരെ ദുഷിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പേരിൽ പണം സമ്പാദിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് അവർ അപമാനം വരുന്ന ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് യേശുവിന്റെ ഹൃദയത്തിൽ ആ വിഷയത്തിൽ കോപം ഉണ്ടായത്. If you hear me speaking against all these preachers who try to make money in the name of Christ, ദൈവത്തിന്റെ നാമത്തിൽ പണം സമ്പാദിക്കുന്ന ഈ സുവിശേഷ പ്രസംഗകരെ എല്ലാം കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടാൽ strongly, അവർക്കെതിരായിട്ട് ഞാൻ വളരെ ശക്തമായി പ്രസംഗിക്കുന്നത് എന്താണ്? that is the spirit of Christ. അത് യേശുവിന്റെ ആത്മാവിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. Hardly anybody is doing it.
മറ്റധികം പേര് ഇങ്ങനെ പ്രസംഗിക്കാറില്ല. I'm not saying they should do it. അവർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. They may not have that calling. I've got that calling. അവർക്ക് അതിനുള്ള വിളിയില്ലായിരിക്കും അവർ But പ്രസംഗിക്കാത്തത്. this is the anger which is righteous. ഇത് നീതിയുള്ള ഒരു കോപമാണ്. That is an anger without sin. ഇത് പാപം ഉളവാകാത്ത ഒരു കോപമാണ്. I'll show you another example. മറ്റൊരു ഉദാഹരണം ഞാൻ Mark's Gospel മർക്കോസിന്റെ സുവിശേഷം and chapter 3. അതിന്റെ 3-ാം അധ്യായം. Jesus came to a synagogue and there was a man with a withered hand there in verse 1. ഒരു കൈ വരണ്ട മനുഷ്യനോട് സിനഗോഗിലെ യേശു ഇടപെടുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. And all the people were watching Jesus to see if he would heal him on the Sabbath day. അവിടെ ഉള്ളവരെല്ലാം Accuse him. ശബത്തിൽ യേശു സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. They were not bothered about this poor man whose hand is paralyzed and lying like that. വരണ്ട കൈയുള്ള പക്ഷവാതം വന്ന കൈയുള്ള ഒരു മനുഷ്യനെ കുറിച്ചല്ലായിരുന്നു അവരുടെ ചിന്ത. If it was their own son, they would be very bothered. അവരുടെ ആരുടെയും ഒരു മോനായിരുന്നു അതെങ്കിൽ അവർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. They say, "Oh, we don't know who this poor man is. We are not bothered." ഈ പാവപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് പോലും അവർക്ക് അറിയില്ല. Exactly like so many people today. ഇന്ന് അനേകരുടെയും മനോഭാവം അങ്ങനെയാണ്. And it says here in Mark chapter 3, Jesus said to the man, "Come here, rise and come forward." യേശു അവനോട് എഴുന്നേറ്റ് വരുവാൻ പറഞ്ഞു. And he said, "Is it lawful to do good or bad on the Sabbath day?" ശബത്തിൽ നന്മ ചെയ്യുന്നതോ Verse 4. അതിന്റെ 4-ാം വാക്യം. പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. They kept silent. അവർ മിണ്ടാതിരുന്നു. They knew the answer, but they wouldn't say it. അവർക്ക് അതിന്റെ ഉത്തരം അറിയാമായിരുന്നു, പക്ഷെ അവർ മിണ്ടാതിരുന്നു. And listen to this. He looked at them with anger. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. Jesus looked. I'd like to see what his eyes were like when he looked at them like that. യേശുവിന്റെ കണ്ണ് എത്ര കോപാകുലമായിട്ടാണ് അവരെ നോക്കിയെന്ന് അറിയാമോ? Why was he angry? എന്തുകൊണ്ടാണ് യേശു അവിടെ കോപിച്ചത്? You evil people. നിങ്ങൾ തിന്മ ചെയ്യുന്ന ആൾക്കാർ. If it was your son, you would want him healed. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഒരു മോനാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ അവൻ സൗഖ്യമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലായിരുന്നു. But this poor man, you don't care for him that his hand is to be healed. ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു വരണ്ട കൈ തളർന്ന കൈയുമായിട്ട് വന്നിരിക്കുന്നു, അവൻ സൗഖ്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. You don't heal him yourself. നിങ്ങൾ അവനെ സൗഖ്യമാക്കുന്നില്ല. And I can heal him, you won't help. ഞാൻ അവനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അതിന് എന്നെ കുറ്റം ചുമത്തുവാൻ വന്നിരിക്കുന്നു. This is exactly how I feel about so many churches today. ഇന്ന് അനേക സഭകളിലും നടക്കുന്ന കാര്യം ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. Here are people sitting in your church withered, defeated by sin. ഇവിടെ പാപത്താൽ പരാജയപ്പെട്ട് പക്ഷപാതം പിടിച്ച അനേകര് സഭകളിൽ ഇരിക്കുന്നു. You do not preach victory to them. അവരോട് നിങ്ങൾ പാപത്തിന്മേലുള്ള ജയം പ്രസംഗിക്കുന്നില്ല. And you will not allow us to preach victory to them. മറ്റാരെങ്കിലും വന്ന് പ്രസംഗിക്കാൻ നിങ്ങളോട് അനുവദിക്കുന്നുമില്ല. How should I look at them? അവരോട് എങ്ങനെയാണ് നോക്കേണ്ടത്? അവരെ with anger. അവരെ കോപത്തോടെ നോക്കേണ്ടി വരും. That is the spirit of Christ. അതാണ് യേശുവിന്റെ ആത്മാവ്. If you don't have it, you don't have the spirit of Christ. അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലില്ല. Some people think Jesus is always mild and quiet and യേശു ഒരിക്കലും സൗമ്യനും എപ്പോഴും സൗമ്യനും ശാന്തനും ഒക്കെ ആയിരുന്നു എന്നാണ് പലരും വിചാരിക്കുന്നത്. When he saw a repentant woman caught in adultery, he would be kind and gentle to them. അതെ, മനസാന്തരപ്പെട്ട ഒരു വേശ്യ സ്ത്രീ അടുത്ത് വന്നപ്പോഴത്തേക്ക് യേശു അവളോട് മനസ്സലിയോടെ ഇടപെട്ടു. But these Pharisees, he was angry with them. എന്നാൽ ഈ വിധത്തിലുള്ള പരീശന്മാരോട് യേശു കോപത്തോടെയാണ് അവരെ നോക്കിയത്. Now let us see, when was Jesus not angry? എപ്പോഴാണ് യേശു കോപിഷ്ഠനാകാതിരുന്നത്? Matthew chapter 12. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം. He had healed a person who was possessed with a demon. ഭൂതഗ്രസ്തനായ ഒരാളെ Matthew 12:22. അതിന്റെ 22-ാം വാക്യം യേശു സൗഖ്യമാക്കി. And the man was healed, he could see and he could speak. അവിടെ ആ മനുഷ്യൻ സൗഖ്യമായി, അവന് സംസാരിക്കുവാൻ കഴിഞ്ഞു. And the people were so excited. This is the son of David. This is the one whom God has sent. അപ്പോൾ ആൾക്കാർ വളരെ ആശ്ചര്യമായിട്ട് പറയാൻ തുടങ്ങി, ഇത് ദാവീദിന്റെ പുത്രനാണ്, ഇത് ദൈവം അയച്ചവനാണ്. But the Pharisees were jealous. അത് കേട്ടിട്ട് ഈ പരീശന്മാര് അസൂയാലുക്കളായി. They could not cast out the demon. അവർക്ക് ഒരു ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല. But they were jealous when somebody else did it. പക്ഷെ വേറൊരാൾ അത് ചെയ്തപ്പോഴേ അതിൽ അവർക്ക് അസൂയായി. So in their jealousy, they said, this is the ruler of demons. That is God. Jesus is controlled by the ruler of demons. അവരുടെ അസൂയ കൊണ്ട് അവര് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ഇവന് ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടാണ് ഇവർ പുറത്താക്കുന്നത്. You see that today also. ഇന്നും നാം അത് കാണുന്നു. People accuse us,
all types of bad things. വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഈ മനുഷ്യരെ Because കുറ്റപ്പെടുത്താറുണ്ട്. we lead people to a life of victory. കാര്യം നാം അനേകരെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് We deliver them from the power of the devil which has kept them in sin. പാപത്തിൽ അവരെ ബന്ധിച്ചിട്ടിരുന്ന പിശാചിന്റെ ശക്തിയിൽ നിന്ന് നാം അവരെ വിടുവിച്ചത് കൊണ്ട്. What do many Christians call us? അനേക ക്രിസ്ത്യാനികൾ നമ്മളെ എന്താണ് വിളിക്കുന്നത്? False teachers, ദുരുപദേശകൻ, false prophets. കള്ളപ്രവാചകൻ. What should we do? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Do what Jesus did. യേശു ചെയ്തതുപോലെ ചെയ്യാം. What did Jesus say to them? യേശു അവരോട് എന്താണ് പറഞ്ഞത്? Verse 32. അതിന്റെ 32-ാം വാക്യം. Whoever will speak a word against the Son of Man, it is forgiven. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. That is our attitude. അതായിരിക്കണം നമ്മുടെ മനോഭാവം. Have you called me a false teacher? നിങ്ങൾ എന്നെ ഒരു ദുരുപദേശകൻ എന്ന് വിളിച്ചു? Have you said that I am controlled by the devil? പിശാചാണ് എന്നെ ഭരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു? Brother, you are forgiven. സഹോദര, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. I refuse to get angry with you. ഇത് കേട്ടിട്ട് ഞാൻ ഒരിക്കലും കോപാകുലനാകുകയില്ല. Impossible. ഒരിക്കലുമില്ല. Because I am nobody. കാര്യം ഞാൻ ആരുമല്ല. If Jesus said I am nobody, who is we? യേശു പറഞ്ഞു ഞാൻ ആരുമല്ല എങ്കിൽ പിന്നെ എനിക്കെന്തോ ആണ്? Jesus said just don't speak against the Holy Spirit. Against me you can speak as much as you like. യേശു പറഞ്ഞു എനിക്കെതിരായിട്ട് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. That is our attitude. അതായിരിക്കണം നമ്മുടെ You can മനോഭാവം. speak against me, my children, my family as much as you like. എന്നെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. Don't speak against Jesus and the Holy Spirit. യേശുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും എതിരായിട്ട് നിങ്ങളൊന്നും പറയരുത്. Then another example. മറ്റൊരു ഉദാഹരണം. When they spat on his face. യേശുവിന്റെ മുഖത്ത് അവർ അടിച്ചപ്പോൾ, They spat. തുപ്പിയപ്പോൾ He didn't say anything. യേശു ഒന്നും പറഞ്ഞില്ല. When they slapped him, അവനെ മുഖത്ത് അടിച്ചപ്പോൾ he did not get angry. യേശുവിന് കോപം ഉണ്ടായില്ല. So when we learn from Jesus when to get angry, when not to get angry. അപ്പോൾ യേശുവിൽ നിന്നാണ് നാം പഠിക്കുന്നത് എപ്പോഴാണ് നാം കോപിക്കേണ്ടത്, എപ്പോഴാണ് കോപിക്കേണ്ടാത്തത്. First of all, when should we not get angry? എപ്പോഴാണ് നാം കോപിക്കപ്പെടേണ്ടത്? We are trying to understand that verse in Ephesians 4, be angry but don't sin. കോപിച്ചാൽ പാപം ചെയ്യരുത് എന്നൊരു വാക്യം നാം എഫെസ്യ ലേഖനത്തിൽ നാം വായിച്ചു. Jesus is the word made flesh. So looking at him we can understand the word. യേശുവാണ് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തത്. അതുകൊണ്ട് യേശുവിൽ നോക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ വിഷയത്തിനും നമുക്ക് ഉത്തരം ലഭിക്കും. Whenever you read a word even in Malayalam, you don't know the meaning, you look up a dictionary. മലയാളത്തിൽ പോലും നാം ചില കട്ടിയായ വാക്കുകൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായാൽ നാം ഡിക്ഷണറി നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കാറുണ്ട്. I used to teach my children that when you read a word somewhere in some book, you don't understand, put the book down, take a dictionary and learn that word. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുമ്പോൾ ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ പുസ്തകം അവിടെ വെച്ചിട്ട് ഡിക്ഷണറി പോയിട്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ തുടർന്ന് വായിക്കും. That is how you will improve your English. അങ്ങനെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. Same way, അതുപോലെ തന്നെ you come to a verse, ദൈവവചനത്തിൽ ഒരു be വാക്കിലേക്ക് angry and don't sin. നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യരുത്. Lord, I don't understand that. കർത്താവേ, എനിക്കത് മനസ്സിലാകുന്നു. When should I get angry, which is sin, and when should I not get angry, when it's not sin? പാപം ഉളവാകുന്ന കോപം ഏതാണ്, പാപം ഉളവാകാത്ത കോപം ഏതാണ്? So I go to the dictionary. അപ്പോൾ ഞാൻ ഡിക്ഷണറിയിലേക്ക് പോകും. The word made flesh. അതെ, വചനം ജഡമായി തീർന്ന ആ ഡിക്ഷണറി. This word, ഈ വചനം be angry but don't sin, കോപിച്ചാൽ പാപം ചെയ്യരുത്, was made flesh. അത് ജഡമായി തീർന്നു in Jesus. യേശുവിൽ. So that's my dictionary. അതാണ് യേശുവാണ് എൻ്റെ So ഡിക്ഷണറി. that is why I showed you. We go to Jesus and see how he did it. അതുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. യേശുവിലേക്ക് പോകുക. When is anger sin? When is it not sin? എപ്പോഴാണ് കോപം പാപമായി തീരുന്നത്, എപ്പോഴാണ് കോപിച്ചാൽ പാപമല്ല? Now I understood the verse. ഇപ്പോൾ എനിക്കത് മനസ്സിലായി. That when people speak anything against me, എനിക്ക് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, or do anything against me, എനിക്ക് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, spit on my face, എന്റെ മുഖത്ത് തുപ്പിയാൽ, or even crucify me, ഒരുപക്ഷേ എന്നെ ക്രൂശിച്ചാൽ പോലും, if I get angry, അപ്പോൾ ഞാൻ കോപിക്കുന്നെങ്കിൽ I am sinning. ഞാൻ പാപം ചെയ്യുകയാണ്. If somebody comes and bangs against my car on the road, റോഡിൽ എന്റെ വണ്ടിക്ക് എതിരായിട്ട് ഒരാൾ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചാൽ, 100% his fault. ഒരുപക്ഷെ 100% അവരുടെ തെറ്റായിരിക്കും. If I get angry, അപ്പോൾ ഞാൻ കോപിച്ചാൽ, I have sinned. അപ്പോഴും ഞാൻ പാപം ചെയ്യുകയാണ്. Report it to the police, but don't get angry. നിങ്ങൾക്കത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾ കോപിക്കരുത്. Take his insurance company and get the money, but don't get angry. ഇൻഷുറൻസിൽ പോയിട്ട് പണം വാങ്ങിക്കുക, പക്ഷെ കോപിക്കരുത്.
Very important to understand that. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. If you got angry in the past, ask God to help you next time not to get angry. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കോപിച്ചെങ്കിൽ ദൈവത്തോട് പറയുക, കർത്താവേ എനിക്ക് കൃപ തരണമേ, ഇനിയും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ. When they are insulting you, when they hurt you, മറ്റുള്ളവർ നിങ്ങളെ മുറിപ്പെടുത്തുകയും even if they കുറ്റം പറയുകയും ഒക്കെ spit ചെയ്താൽ, on you ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് തുപ്പിയാൽ, or kill you, ഒരുപക്ഷെ നിങ്ങളെ കൊന്നാൽ പോലും, do not get angry. നിങ്ങൾ കോപിക്കരുത്. But if you see somebody making money in the name of religion, എന്നാൽ ദൈവത്തിന്റെ പേരിൽ ദൈവത്തിന്റെ നാമത്തിന് അപവാദം വരത്തക്കവണ്ണം ആരെങ്കിലും പണം സമ്പാദിക്കുന്നത് കണ്ടാൽ, or not allowing withered people to be delivered from their sin, അല്ലെങ്കിൽ പാപത്തിൽ പക്ഷപാതമായി കിടക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ആരെങ്കിലും must be ശ്രമിക്കുന്നത് angry with such preachers. അതിനെ ആരെങ്കിലും തടസ്സപ്പെടുന്നത് കണ്ടാൽ അങ്ങനെയുള്ളവരോട്, You must be angry with such pastors. അങ്ങനെയുള്ള പാസ്റ്റർമാരോട് നിങ്ങൾ കോപം ഉണ്ടാകണം. But Christians are so gracious to such pastors. പക്ഷേ നമ്മളെല്ലാം വളരെ മനസ്സലിവുള്ളവരാണ്. Oh, you're like that, you're like this, we are all one in Christ. ശുശ്രൂഷകന്മാരോട് നമ്മളെല്ലാം കർത്താവിൽ ഒന്നാണ്. We are not one. നമ്മളൊന്നല്ല. I'm not one with people who encourage others to live in sin. പാപത്തിൽ ജീവിക്കാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന ആളുമായിട്ട് ഞാൻ ഒന്നല്ല. I'm not one with pastors who are trying to make money in the name of Jesus Christ. യേശുവിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാസ്റ്റർമായിട്ട് ഞാൻ ഒരു മനസ്സിലല്ല. I don't go fighting with all of them. അവരുമായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും ഞാൻ But if പോകുന്നില്ല. they come across my path, I'll tell them what I think about it. പക്ഷേ അവര് എന്റെ ദിശയിലേക്ക് അവർ കടന്നു വന്നാൽ, എന്റെ മാർഗരേഖയിൽ അവർ വന്നാൽ, അവർ ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ അവരോട് പറയും. The other day, somebody got an address, email address of somebody in America through our Word for the Week. കഴിഞ്ഞ അമേരിക്കയിൽ നമ്മുടെ വേർഡ് ഓഫ് ദ വീക്ക് ആ സബ്സ്ക്രിപ്ഷനിൽ കൂടെ നമ്മുടെ ഇമെയിൽ അഡ്രസ് ആർക്കോ ലഭിച്ചു. Not our address, somebody else's address. മറ്റ് ആരുടെയോ ഇമെയിൽ അഡ്രസ്. Some person, some pastor in Andhra somewhere. ആന്ധ്രയിൽ എവിടെയുള്ള ഒരു പാസ്റ്റർ. So he wrote a letter to that person. അദ്ദേഹം ആ ആൾക്ക് ഒരു ലെറ്റർ അയച്ചു. He was happy that he got this email ID of somebody in America. അമേരിക്കയിലുള്ള ആരുടെയോ ഒരു ഇമെയിൽ അഡ്രസ് കിട്ടിയത്. And said, we are doing a great work for God here in Andhra. ആന്ധ്രയിൽ ഇവിടെ ഞങ്ങൾ വലിയ ദൈവത്തിന്റെ വേലയൊക്കെയാണ്. Now our great need is $5,000 for this and $8,000 for this. ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം ഈ പ്രൊജക്ടിന് $5,000 മറ്റേ പ്രൊജക്ടിന് $8,000. We have to buy some bicycles here and we have to build a hall here. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹാള് പണിയണം, സൈക്കിൾ വാങ്ങിക്കണം. And that person sent the email to me. He said, who is this? What is he writing to me for? അദ്ദേഹം ആ ഇമെയിൽ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രദർ ഇതാരാണ്, അവരെന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത്? So I wrote to this man. ഞാൻ ആ ആളിനിങ്ങനെ എഴുതി, Are you a beggar or you a servant of Jesus Christ? നിങ്ങൾ ഒരു യാചകനാണോ അതോ യേശുക്രിസ്തുവിന്റെ ദാസനാണോ? Did you find Jesus ever going around begging, saying, please give me some money? യേശുക്രിസ്തു എവിടെയെങ്കിലും പണത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കുന്നതായിട്ട്, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പണം He വേണമെന്ന് never asked anybody for one paisa. ഒരു പൈസ പോലും നമ്മൾ ആരോടും ചോദിക്കാറില്ല. Jesus never asked. യേശു ആരോടും ചോദിച്ചിട്ടില്ല. If people gave him, he took it. ആരെങ്കിലും സന്മനസ്സാ കൊടുത്തെങ്കിൽ ഒരുപക്ഷെ യേശു That's വാങ്ങിച്ചു. why Judas Iscariot kept the bag. അതുകൊണ്ടാണ് യൂദാസ് കറിയോത്താവ് ആ പണസഞ്ചി സൂക്ഷിച്ചത്. People were giving, they were thankful for what he did. They gave, he took it. ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ചിലർ ആ സഞ്ചിയിലെ പൈസ നിക്ഷേപിച്ചു കാണും. Because they had to spend money for food and travel and so many things. അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ യാത്രയ്ക്കും അവരുടെ ആഹാരത്തിനും ഒക്കെ പണം ആവശ്യമായിരുന്നു. Nothing wrong. Every servant of God. അതിനകത്ത് തെറ്റൊന്നുമില്ല. Every servant of God is to travel, food, everything is അതെ, needed. ദൈവത്തിന്റെ ജോലി ചെയ്യുന്നവരെ യാത്ര ചെയ്യാനും അവരുടെ ആഹാരത്തിനൊക്കെ പണം ആവശ്യമാണ്. But Jesus never asked anybody. പക്ഷേ യേശു ആരോടും പണം ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല. So I told this person, you're not following Jesus. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ അല്ല പിൻപറ്റുന്നത്. Another person wrote a letter. മറ്റൊരാൾ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചു. I am a servant of the great Almighty God. ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ ഒരു ദാസനാണ്. Can you please give me these free things? ഈ 3 കാര്യങ്ങൾ തരാമോ? And I wrote to him, I said, servant of Almighty God is asking for these small things from people. സർവശക്തനായ ദൈവത്തിന്റെ ദാസനാണെന്ന് നീ അവകാശപ്പെടുമ്പോൾ നീ എന്തിനാണ് മനുഷ്യരോട് ഇങ്ങനെ ചെറിയ നിസാര കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുന്നത്? Why don't you ask your Almighty God to do all that? നിന്റെ സർവശക്തനായ ദൈവത്തോട് നീ നിനക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? This is the tragedy of Christian work in India. ക്രിസ്തീയ വേലയിലെ ഒരു വലിയ പരിതാപകരമായ അവസ്ഥയാണ്. We must be angry. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് കോപം ഉളവാകും. But most of us, our anger is not about these things. പക്ഷേ നമ്മുടെ ആരുടെയും കോപം ഇങ്ങനെയുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലല്ല. You get angry because something your wife did not do properly in the house. ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ വേണ്ട പോലെ ജോലികാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടായിരിക്കും ദേഷ്യപ്പെടുന്നത്. Or your husband forgot about something. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ചില കാര്യം ചെയ്യാൻ മറന്നുപോയതായിരിക്കും.
These are the type of things we get angry about. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കോപം വരുന്നത്. We must not only confess it, നമ്മളത് മനസ്തവിച്ച് ഏറ്റുപറയുക മാത്രമല്ല, ask forgiveness from one another. മറ്റുള്ളവരിൽ നിന്ന് നാം അതിനായിട്ട് ക്ഷമ ചോദിക്കണം. And it goes on to say in Ephesians 4:26, don't let the sun set on your anger. അത് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്നിടം വരെ ഇത് വെച്ചോണ്ടിരിക്കരുത്. In those days, sunset is the time people went to sleep. അന്നത്തെ കാലത്ത് സൂര്യൻ അസ്തമിക്കുന്നത് മനുഷ്യൻ ഉറങ്ങാൻ പോകുന്ന സമയമായിരുന്നു. So what he's meaning is, you husband and wife, ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, before you go to bed, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് make sure there is no anger in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു വിധത്തിലുള്ള കോപവും അന്യോന്യമില്ല എന്നുള്ളത് നിങ്ങൾ Don't ഉറപ്പുവരുത്തണം. leave all that filth in your heart and go to bed. ഈ മാലിന്യമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. It's like saying when you go to the toilet, please pull the flush. That is the same thing. അതായത് നിങ്ങൾ സാധാരണ ടോയ്ലറ്റിൽ പോകുമ്പോൾ വിസർജിച്ച ശേഷം ഫ്ലഷ് ചെയ്യുക എന്ന് പറയുന്നത് പോലെയാണ്. I'm sure all of you do that. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന് എനിക്കറിയാം. Definitely you will not leave it overnight. നിങ്ങൾ ഒരിക്കലും അത് ഫ്ലഷ് ചെയ്യാതെ ഒരു രാത്രി മുഴുവൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. To leave anger in your heart is like that. നിങ്ങളുടെ ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. Flush it out. അത് അപ്പോൾ തന്നെ ഫ്ലഷ് ചെയ്ത് കളയണം. Clean it out. അത് വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങുക. When you go to the toilet, when do you flush? End of the day or same time? നിങ്ങൾ ടോയ്ലറ്റിൽ പോയാൽ എപ്പോഴാണ് നിങ്ങൾ ഫ്ലഷ് ചെയ്യുന്നത്? ആ ദിവസത്തിന്റെ അവസാനം വൈകിട്ടാണോ അതോ അന്നേരം തന്നെ ചെയ്യുമോ? How many of you wait till the whole thing fills up at night and then flush? രാത്രി വരെ അത് മുഴുവൻ നിറയുന്നിടം വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നാണോ നമ്മൾ ഫ്ലഷ് ചെയ്യാറുള്ളത്? I think all of you pour the water and flush it out immediately. നമ്മളെല്ലാവരും വെള്ളം ഒഴിച്ച് അന്നേരം തന്നെ ഫ്ലഷ് ചെയ്യും. Okay, now let me apply that. ഞാനിപ്പോഴത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ട്. You got angry with your wife. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് കോപം വന്നു. That is like using the toilet. അത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന പോലെയാണ്. When are you going to flush it out? എപ്പോഴായിരിക്കും നിങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്നത്, ഫ്ലഷ് ചെയ്യുന്നത്? Some people after 1 week. ചിലർ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും. Imagine flushing a toilet after 1 week. ഒരാഴ്ച കഴിഞ്ഞ് ഒരു ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. They won't ask forgiveness. നിങ്ങൾ അങ്ങോട്ട് ക്ഷമ ചോദിക്കില്ല. Some people after 1 year. ചിലർ ഒരു വർഷം കഴിഞ്ഞായിരിക്കും. Can you imagine such things? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? Please remember this. നിങ്ങളിത് ഓർത്തിരിക്കുക. If you flush the toilet immediately after use, നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ആ ടോയ്ലറ്റ് അന്നേരം തന്നെ ഫ്ലഷ് why do we flush it? Because it's something dirty that came out of our body. കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന മലിനമായ ചില കാര്യങ്ങളാണ്. And we want to get rid of it. ആ മാലിന്യം നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. Something equally dirty came out of your mouth when you spoke to your husband or wife. അതെ, അതുപോലെ മലിനമായ ചില കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വായിൽ കൂടെ വെളി വന്നത്. Cleanse it. അതും നാം ശുദ്ധീകരിക്കേണ്ടതായിട്ട്. How do you cleanse it? നമ്മൾ എങ്ങനെയാണ് അത് ശുദ്ധീകരിക്കുന്നത്? Ask forgiveness. നിങ്ങൾ ക്ഷമ ചോദിക്കുക. Ask forgiveness immediately. അപ്പോൾ തന്നെ അതിന് ക്ഷമ ചോദിക്കുക. Please remember what you do in the toilet. Same thing here. നിങ്ങൾ ടോയ്ലറ്റിൽ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെയും ചെയ്യുക. You know, people don't love you enough to tell you these things in plain, simple language. ഇത് വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് മറ്റു പ്രാസംഗികരൊന്നും ഇത് നിങ്ങളോട് പറയാം. I don't want to be a polished preacher, all types of saying all high-sounding things. ഒരു വലിയ ജനസമ്മതനായ ഒരു പ്രാസംഗികനായിട്ട് എപ്പോഴും ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want to tell you what's practically good for you. പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് നല്ലതേത് അതാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. What Paul is saying is, don't go to bed without flushing the toilet. പൗലോസ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാതെ നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. There should be zero anger in your heart when you go to bed. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം പോലും കോപം ഉണ്ടായിരിക്കാൻ പാടില്ല. I very often when I conduct a wedding, I tell husband and wife this. ഞാൻ ഈ ഫാമിലി മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ marriage. ഞാൻ എപ്പോഴും ഒക്കെ ഞാൻ ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്നുണ്ട്. അപ്പോഴൊക്കെ ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ പറയാറുണ്ട്. I give you one advice. ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം പറയുവാൻ ആഗ്രഹിക്കുന്നു. You are getting married today. നിങ്ങൾ ഇന്ന് വിവാഹിതരാകുകയാണ്. From today onwards, ഇന്നു മുതൽ don't go to bed angry. ഒരിക്കലും കോപത്തോടെ നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. Forgive one another, then go to bed. അന്യോന്യം ക്ഷമിച്ച് ക്ഷമ ചോദിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകും. Even after 10 years you may make mistakes. Forgive one another and go to bed. 10 വർഷം കഴിഞ്ഞാലും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. Ask forgiveness and forgive.
ക്ഷമിക്കുകയും ചെയ്യുക, ക്ഷമ ചോദിക്കുകയും ചെയ്യുക. So one brother comes to me after 20 years. 20 വർഷത്തിന് ശേഷം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, Brother Zach, you conducted my marriage 20 years ago. സഹോദരൻ സാക്കെ, 20 വർഷം മുമ്പ് നീ എൻ്റെ വിവാഹം നടത്തി തന്നു. And you told me this word, Ephesians 4:26. അന്ന് ഈ എഫെസ്യൻ ലേഖനം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നീ എന്നോട് സംസാരിച്ചു. I wanted to give you my testimony. ഞാൻ ഇന്ന് എൻ്റെ സാക്ഷി നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. Every day എല്ലാ ദിവസവും for 20 years, കഴിഞ്ഞ 20 വർഷമായിട്ട് my wife and I, we have never gone to bed angry. ഞാനും എൻ്റെ ഭാര്യയും ഒരിക്കൽ ഒരു ദിവസം പോലും കോപത്തോടെ ഉറങ്ങാൻ പോയിട്ടില്ല. Tell me, is that a good testimony or not? ഇതൊരു നല്ല ഒരു സാക്ഷ്യമാണോ എന്നോട്? I told him this is a greater miracle than raising the dead. ഇത് ഒരു മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാട്ടിൽ വലിയൊരു അത്ഭുതമാണ് ഇതെന്ന് ഞാൻ അവനോട് I പറയാൻ. said this is the testimony I want in every family in CFC. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ വരുന്ന എല്ലാ കുടുംബത്തിൽ നിന്നും ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to do great miracles in CFC. CFCയിലെ ചർച്ചിൽ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാൻ ഞാൻ You can do miracles and go to hell. നിങ്ങൾ അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് നരകത്തിൽ ചെന്ന് But പറ്റുവാൻ if you forgive one another, you will not go to hell. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോകുകയില്ല. So that is what I say. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. What are the things we want to value in our church? നമ്മുടെ സഭയിൽ നാം ഏതൊക്കെ കാര്യത്തിനാണ് വിലമതിക്കേണ്ടത്? Press on to perfection. അതെ, പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ And ഉത്സാഹിക്കുക. don't condemn yourself. നിങ്ങളെ തന്നെ കുറ്റം വിധിക്കരുത്. So this is just one example. ഇത് ഒരു ഉദാഹരണം മാത്രം. Like that in many areas we preach perfection. അനേക മേഖലകളിൽ നാം ഇങ്ങനെയുള്ള ഈ പരിജ്ഞാന പൂർത്തിയുടെ Because Jesus said you must be perfect like your Father is perfect. അതെ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണനായിരിക്കണം. In the same way we speak against lusting with our eyes. അതുപോലെ തന്നെയാണ് കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ കുറിച്ച് നാം പ്രസംഗിക്കുന്നത്. That is a very common sin among all men. അനേക പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു സാധാരണ പാപമാണ്. From a very young age, from the time they are young boys, 15-16 years old, they start. ഏകദേശം ഒരു 15-16 വയസ്സ് പ്രായമാവുമ്പോൾ മുതൽ ഇത് തുടങ്ങുന്നു. And they are 50 years old, they are still doing it. 50 വർഷം പ്രായമായാലും ആ പാപം പിന്നെയും തുടരുന്നു. Lusting with the eyes, കണ്ണുകൊണ്ടുള്ള മോഹം, looking at dirty pictures, മ്ലേച്ഛമായ ചിത്രങ്ങൾ കാണുക, the computer and books, reading കമ്പ്യൂട്ടറിലും പുസ്തകങ്ങളിലും filthy stories, മ്ലേച്ഛമായിട്ടുള്ള കഥകളൊക്കെ വായിക്കുക, all in secret, എല്ലാം രഹസ്യത്തിൽ ചെയ്യുക. and then coming to the church and singing, oh, we praise and worship the Lord. എന്നിട്ട് സഭയിൽ വന്നിട്ട് ദൈവത്തെ സ്തുതിക്കുകയും പാടുകയും ചെയ്യുക. It is all absolute hypocrisy. ഇതെല്ലാം വെറും കപടഭക്തിയാണ്. And we don't want any such hypocrites in our church. ഇങ്ങനെയുള്ള കപടഭക്തരെ നമ്മൾ നമ്മുടെ സഭകളിലെങ്ങും ആഗ്രഹിക്കുന്നില്ല. If you fall, be honest. നിങ്ങൾ വീണുപോയാൽ സത്യസന്ധരായിട്ട്. I'm not saying get up in the church and confess your sin. നിങ്ങൾ സഭയിൽ എഴുന്നേറ്റ് നിങ്ങളുടെ പാപം വിളിച്ചു പറയണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. I'm saying confess it to God immediately. ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തോട് നിങ്ങൾ ഏറ്റു പറയുക. Did you see something dirty on the internet? ഇന്റർനെറ്റിൽ നിങ്ങൾ എന്തെങ്കിലും മ്ലേച്ഛമായ കാര്യം കണ്ടോ? Flush the toilet immediately. അപ്പോൾ തന്നെ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുക. And don't go looking at those dirty things again. അത് പിന്നെയും നോക്കാൻ പോകരുത്. You know, to look at pornography on the internet ഇന്റർനെറ്റിൽ ഈ മ്ലേച്ഛമായ കാര്യങ്ങൾ കാണുന്നത് is exactly like taking your tongue and licking the toilet bowl. അതെ, നിങ്ങളുടെ നാക്കുകൊണ്ട് ടോയ്ലറ്റിന്റെ ബോൾ നിങ്ങൾ നക്കുന്നത് പോലെയാണ്. Absolutely no difference. അതുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. How many of you will go and lick the toilet bowl? നിങ്ങൾ എത്ര പേര് പോയിട്ട് നാക്കുകൊണ്ട് ആ ടോയ്ലറ്റിന്റെ ബോൾ നിങ്ങൾ നക്കും? That is watching pornography on the internet. അതുപോലെയാണ് ഇന്റർനെറ്റിൽ കൂടെ നിങ്ങൾ മ്ലേച്ഛമായ കാര്യങ്ങൾ കാണുന്നത്. This you do with your tongue, the other you do with your mind. ഒന്ന് നിങ്ങളുടെ നാക്കുകൊണ്ട് ചെയ്യുന്നു, ഒന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് But ചെയ്യുന്നു. there is absolutely no difference. അത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. How is it anybody can do that? എങ്ങനെയാണ് നമുക്കത് ചെയ്യുവാൻ കഴിയുന്നത്? One, if you go and lick the toilet with your tongue, you will get sick. നിങ്ങൾ നാക്കുകൊണ്ട് നിങ്ങളുടെ ടോയ്ലറ്റ് അത് നക്കിയാൽ നിങ്ങൾ രോഗിയായി തീരും. Why do you wash your hands after going to the toilet? എന്തുകൊണ്ടാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയ ശേഷം നമ്മുടെ കൈ കഴുകുന്നത്? Because accidentally if something goes in your mouth, you will get sick. കാരണം യാദൃശ്ചികവശാൽ എന്തെങ്കിലും നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ പോയാൽ നമ്മൾ രോഗികളായി. You will get hepatitis and you can die. നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗം വന്ന് ഒരുപക്ഷെ നമ്മൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. Now here something goes into your mind. പക്ഷെ ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ചില കാര്യങ്ങൾ, dirty picture goes into your mind and you enjoy it. ചില മ്ലേച്ഛമായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നു. And you look with your eyes and lust. നിങ്ങളത് കണ്ണുകൊണ്ട് കണ്ടത് മോഹിക്കുന്നു. You ruin your mind that way. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അതുപോലെ And then with that mind, ആ മനസ്സുകൊണ്ട് you study the Bible. നിങ്ങൾ വേദപുസ്തകം വായിക്കാൻ പോകുന്നു. You wash your hands after you come from the toilet
and then only you eat your food. നിങ്ങളുടെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൈ കഴുകിയിട്ടേ ടോയ്ലറ്റിൽ പോയിട്ട് കൈ കഴുകിയിട്ടേ വന്ന് ആഹാരം കഴിക്കാറുള്ളൂ. But when you come to the Bible, you don't clean up your mind. പക്ഷേ നിങ്ങൾ ബൈബിൾ വായിക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ക്ലീൻ ചെയ്യാറില്ല. You're so careful. I don't want any infection to go into my stomach. എന്റെ വയറ്റിലോട്ട് ഒരു ഇൻഫെക്ഷനും ഉണ്ടാകാതെ സൂക്ഷിക്കുവാൻ കൈ വൃത്തിയാക്കി കഴുകുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ്. Look at the infection going to your heart. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകുന്ന ഇൻഫെക്ഷൻ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? And you come to the Bible. എന്നിട്ട് നിങ്ങൾ വേദപുസ്തകം വായിക്കാൻ വരിക. And you read and read and read and you can't get any revelation from God. നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നു പക്ഷേ ഒരു വെളിപാടും ദൈവത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. Because your eyes have been blinded by those sins of the things you have read and seen. ഈ പാപങ്ങൾ കാരണമായിട്ട് നിങ്ങളുടെ കണ്ണൊക്കെ അന്ധമായി പോയി. Dirty pictures have got a way of making you spiritually blind. അതെ, ഈ മോശമായ ചിത്രങ്ങളൊക്കെ ആത്മീയമായിട്ട് നിങ്ങളെ അന്ധതയിലേക്കാണ് നടത്തുന്നത്. That's why we speak so much against lusting with your eyes. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെതിരായിട്ട് നാം വളരെ ശക്തമായി പ്രസംഗിക്കുന്നത്. People who have heard me many times എന്നെ കേട്ട പല പ്രാവശ്യമായിട്ട് കേട്ടവര് have told me, എന്നോട് പറഞ്ഞിട്ടുണ്ട്, Brother Zach, why you speak so much against anger and lusting with the eyes? സാക്ക് എന്തുകൊണ്ടാണ് ഈ കോപിക്കുന്നതിനെ കുറിച്ചും കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ കുറിച്ചും ഇത്ര ശക്തമായിട്ട് അവിടുന്ന് പ്രസംഗിക്കുന്നത്? I said, I'll tell you. ഞാൻ പറയാം, നിങ്ങളോട് പറയാം. First of all, ഒന്നാമത്, do you believe the Sermon on the Mount is the most important message that Jesus preached? യേശു പ്രസംഗിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം ഗിരിപ്രഭാഷണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Matthew 5, 6 and 7. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. Do you know at the end of that sermon he said, if you obey all that I said in this, you will be like a man who's built his house on the rock, unshakable. അതിൻ്റെ അവസാനമായിട്ട് 7-ാം അധ്യായത്തിൻ്റെ അവസാനമായിട്ട് യേശു പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ വചനങ്ങളൊക്കെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീടിന് തുല്യമാണ്, അത് ഒരിക്കലും ഇളകിപ്പോകുകയില്ല. Now let me ask you one question. ഇപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. In the Sermon on the Mount, ഗിരിപ്രഭാഷണത്തിൽ, it's very easy. It takes you only 15-20 minutes to read the whole thing. അത് വായിച്ചു തീർക്കാൻ ഒരു 15-20 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. In the Sermon on the Mount, ഗിരിപ്രഭാഷണത്തിൽ how many times did Jesus speak about hell? നരകത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം യേശു അവിടെ പറഞ്ഞിട്ടുണ്ട്? It's only 3 times he uses the word hell. 3 പ്രാവശ്യം മാത്രമാണ് യേശു നരകത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. You read it. And it's all in Matthew chapter 5. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലാണ് 3 പ്രാവശ്യവും യേശു പറഞ്ഞിരിക്കുന്നത്. He doesn't speak about hell in chapter 6 and chapter 7. 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. And do you know the 3 times he speaks about hell in Matthew chapter 5? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് 3 പ്രാവശ്യം യേശു നരകത്തെക്കുറിച്ച് പറഞ്ഞത്. Important to understand this. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. Once in relation to anger. ഒരിക്കൽ കോപത്തോടുള്ള ബന്ധത്തിലാണ് യേശു Matthew 5:22. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. If you're angry, verse 22, you are guilty. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. He's guilty before the court. And if you go one, that is the first step. അതാണ് ഒന്നാമത്തെ പടി. Anger in the heart. ഹൃദയത്തിൽ വരുന്ന കോപം. You're already guilty. നിങ്ങൾ കുറ്റക്കാരനാണ്. Now you go to the next step. അടുത്ത പടി, where the anger comes out of your mouth in some bad words to your brother. എന്തെങ്കിലും മോശമായ വാക്കുകളായിട്ട് നിങ്ങളുടെ കോപം ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ വെളിയിൽ വന്നാൽ, to your husband or wife or anybody else, ഒരു ഭാര്യയോടോ ഭർത്താവോടോ മറ്റാരോടെങ്കിലും നമ്മൾ അങ്ങനെ വാക്കായിട്ട്, then you are more guilty. അപ്പോൾ നിങ്ങൾ കൂടുതൽ കുറ്റക്കാരനാണ്. Like a Supreme Court. അപ്പോൾ നിങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. And then some more angry words come out, even worse words than that. അതിലും കഠിനമായിട്ട് മോശമായിട്ടുള്ള വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വന്നാൽ, then you are ready to go to hell. അങ്ങനെയെങ്കിൽ മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. How many people believe this? എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? Nobody preaches it. ആരും ഇത് പ്രസംഗിക്കാറില്ല. So I say, if nobody preaches it, then I have to preach it. God has told me to preach it. മറ്റാരും പ്രസംഗിക്കുന്നില്ലെങ്കിൽ യേശു എന്നോട് ഇത് പ്രസംഗിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിക്കും. And I will keep on preaching it till I leave this earth. ഞാൻ ഈ ലോകം വിട്ടു പോകുന്നിടം വരെയും ഞാൻ ഇത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. Okay, now what is the other place where he spoke about hell? നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റേ എവിടെയാണ്? The next 2 times he spoke about hell, he spoke in relation to lusting with the eyes. കണ്ണുകൊണ്ടുള്ള മോഹത്തോടുള്ള ബന്ധത്തിലാണ് അടുത്ത 2 പ്രാവശ്യം നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Verse 28. അതിന്റെ 28-ാം വാക്യം. Lust with your eyes after a woman, you have already committed adultery. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. If you commit sexual sin with your right eye,
നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ വലത്തെ കണ്ണുകൊണ്ട് നീ ലൈംഗികമായി പാപം ചെയ്താൽ pull it out. അത് ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. Otherwise, ശരീരം മുഴുവൻ നരകത്തിൽ your whole വീഴുന്നതിനെ, body will be thrown into hell. ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. I want to ask you something. നിങ്ങളോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, How many of you are willing to even lose one eye in order to get victory over lusting with your eyes? കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നത്, മോഹിച്ച് പാപിയായി തീരുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഒരു കണ്ണ് ചൂന്നെഴുത്ത് കറയുവാൻ തന്നെ, കണ്ണ് ഇല്ലാതാകുവാൻ തന്നെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? Are you serious about getting victory over lusting with the eyes? നിങ്ങൾ കൺമോഹത്തിൽ നിന്ന് ജയം പ്രാപിക്കുവാൻ നിങ്ങൾ ശരിക്കും ഗൗരവബോധത്തോടെ ആഗ്രഹിക്കുന്നു? How serious? എത്രത്തോളം? You say, I'm willing to fast and pray for 2 days. 2 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറയും. That's nothing. അതൊന്നുമില്ല. Are you willing to lose one eye? ഒരു കണ്ണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. And when you lose the right eye, നിങ്ങളുടെ വലത്തെ കണ്ണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, you can lust with the left eye also. You don't need 2 eyes to lust. നിങ്ങൾക്ക് ഇടത്തെ കണ്ണുകൊണ്ട് മോഹിക്കാൻ പറ്റും. കാര്യം 2 കണ്ണ് And say, Lord, I'm willing to take that out also. പിന്നെ നിങ്ങൾ ഈ ഇടത്തെ കണ്ണും നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കും. Otherwise you can go to hell. അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. The meaning is, അതിന്റെ അർത്ഥം, when you see a woman or a picture you're tempted to look at to lust, നിങ്ങൾ ഒരു സ്ത്രീയെയോ ഒരു ചിത്രമോ കാണുമ്പോൾ അത് മോഹിക്കുവാൻ തക്കവണ്ണം, അതിൽ നോക്കുവാൻ തക്കവണ്ണം ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. then be like a blind man. അപ്പോൾ ഒരു പൊട്ടക്കണ്ണനെ പോലെ ആയിത്തീരും. That is the meaning of pull out your eye. അതാണ് നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് കറയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. Right eye and left eye. നിങ്ങളുടെ ഇടത്തെ കണ്ണും വലത്തെ Be കണ്ണും. like a blind man. അപ്പോൾ ഒരു അന്ധനെ പോലെ നിങ്ങളായിത്തീരും. How to be a blind like a blind man? ഒരു അന്ധനെ പോലെ നിങ്ങളായിത്തീരുന്നത് എങ്ങനെയാണ്? That is why God has given us eyelids that can close. അതുകൊണ്ടാണ് ദൈവം നമുക്ക് കണ്ണിനെ മൂടുവാൻ തക്കവണ്ണം ഇത് തന്നിരിക്കുന്നത്, ഐലിഡ്സ് തന്നിരിക്കുന്നത്. You know why He gave you eyelids? So that you can get victory over എന്തുകൊണ്ടാണ് sin. ദൈവം കൺപോളകൾ നമുക്ക് തന്നിരിക്കുന്നത്? To get victory over sin. പാപത്തെ ജയിക്കാൻ വേണ്ടിയാണ്. Otherwise you would not be able to get victory over sin. You can't close your eyes. നിങ്ങളുടെ കണ്ണടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പാപത്തെ ജയിക്കാൻ കഴിയില്ല. Turn away your eyes. നിങ്ങളുടെ കണ്ണ് അതിൽ നിന്ന് അടച്ചു കളയുക. Otherwise you can go to hell. അല്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. So you can commit sexual sin with your eyes. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ലൈംഗിക പാപം ചെയ്യുവാൻ കഴിയും. Then he speaks about committing sexual sin, verse 30, with your right hand. നിങ്ങളുടെ വലത് കൈകൊണ്ട് Sexual sin. ലൈംഗിക പാപം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. Then be like a handless man. അപ്പോൾ ഒരു കൈയില്ലാത്ത മനുഷ്യനെ പോലെ Cut it off. അത് നിങ്ങൾ മുറിച്ചു കളയുക. Otherwise you will go to hell. അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. So there are only 2 sins that Jesus spoke about that can lead people to hell. നരകത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ സാധ്യതയുള്ള 2 പാപത്തെക്കുറിച്ച് യേശു പറഞ്ഞു. ഇത് And he was മാത്രമാണ്. not speaking to unbelievers, he was speaking to his disciples. ഇത് അവിശ്വാസികളോടല്ല, തന്റെ ശിഷ്യന്മാരോടാണ് യേശു പ്രസംഗിച്ചത്. Anger and കോപവും, sexual lust. കോപവും ലൈംഗിക പാപവും. So this is my answer to people who ask me, Brother Zach, why you speak against these 2 sins so much? ഈ 2 പാപങ്ങളെ കുറിച്ച് എന്തിനാണ് ഇത്ര അധികം പ്രസംഗിക്കുന്നത് എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് തരുവാനുള്ള ഉത്തരം ഇതാണ്. Because Jesus said these are the 2 most dangerous sins. യേശു പറഞ്ഞു ഈ വലിയ 2 പാപങ്ങൾ ഇതാണ്. There are other sins mentioned here, മറ്റനേക പാപങ്ങളെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. like don't tell lies. കള്ളം പറയരുത്. You must love your enemy. You must love your enemies also. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. And when you pray, don't tell others about it. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റുള്ളവരോട് അറിയരുത്. When you fast, don't tell others. നിങ്ങൾ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർ അറിയരുത്. Don't love money. നിങ്ങൾ പണത്തെ സ്നേഹിക്കരുത്. Don't be anxious. ഒന്നിനെ കുറിച്ചും ആകാംക്ഷപ്പെടരുത്. Don't judge. വിധിക്കരുത്. Many sins. അങ്ങനെ അനേക പാപങ്ങളെ കുറിച്ച് Read through Matthew 5, 6 and 7. മത്തായിയുടെ സുവിശേഷം 5, But 6, out of 7 all this list of sins, ഈ പാപങ്ങളുടെ ഈ പട്ടികകളിലൊക്കെ വെച്ച് only 2 he said you're in danger of hell. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നരകത്തിൽ പോകുവാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ്. Those are the first 2 he spoke about before going to the other rest in the list. മറ്റുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ 2 കാര്യത്തെ കുറിച്ചാണ് പ്രധാനമായിട്ട് യേശു പറഞ്ഞത്. Now if you do a little homework, ഇപ്പോൾ നിങ്ങൾ ചില ഗ്രഹപാഠം ചെയ്യുക and read Matthew 5, 6 and 7. മത്തായി 5, 6, 7 വായിക്കുക. On a piece of paper, ഒരു പേപ്പർ എടുത്തിട്ട് write down all the sins Jesus spoke against in these 3 chapters. ഈ 3 ചാപ്റ്ററിൽ യേശു പറഞ്ഞ എല്ലാ പാപങ്ങളുടെയും ഒരു പട്ടിക തയ്യാറാക്കുക. You do it. അത് നോക്കുക. See which are the first 2.
അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടേതാന്ന് നോക്കുക. and see which are the ones he said will take you to hell. ഏതൊക്കെ പാപങ്ങളാണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് യേശു പറഞ്ഞത് നോക്കുക. And those are the two most common sins among human beings. അതാണ് മനുഷ്യരുടെ ഇടയിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന രണ്ട് വലിയ പാപം. Anger, കോപം, and sexual lust. ലൈംഗിക പാപം. I have been to many denominations. ഞാൻ അനേക സമുദായ സഭകളിൽ I have heard many preachers. അനേക പ്രാസംഗികരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. Almost never I hear preaching against these two sins. ഈ രണ്ട് പാപങ്ങളെ കുറിച്ച് ആരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. Many of you have gone and heard many preachers in many churches. നിങ്ങൾ പല സഭകളിൽ പോയി പലരുടെ പ്രസംഗം You've gone to many conventions and conferences. പല കോൺഫറൻസുകളും കൺവെൻഷനുകളും ഒക്കെ നിങ്ങൾ കേട്ട് പോയിട്ടുണ്ടായിരിക്കും. Tell me one pastor or preacher who speaks against these things. ഈ കാര്യങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററെ കുറിച്ച് നിങ്ങൾക്ക് എന്നോട് പറയാമോ? That is the deception of the devil in Christianity today. ഇന്നത്തെ ക്രിസ്ത്യാനികൾ പിശാച് ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ് ഇത്. Because these pastors are only interested in getting money from people. കാര്യം ഈ പ്രസംഗികർക്കെല്ലാം മനുഷ്യരിൽ നിന്ന് പണം കിട്ടാനുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. And these rich people are the biggest sinners. ഈ ധനവാന്മാരായ ആൾക്കാരാണ് ഏറ്റവും വലിയ പാപം. How can you preach against them? അവർക്ക് എതിരായിട്ട് എങ്ങനെയാണ് പ്രസംഗിക്കാൻ പറ്റുന്നത്? That is why I say in the church we have to maintain the standards that Jesus proclaimed. സഭയിൽ യേശു പഠിപ്പിച്ച ആ നിലവാരങ്ങളാണ് നാം നിലനിർത്തേണ്ടത്. At the end of the Sermon on the Mount he speaks about this house that is built on the rock. ഈ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ട ഇളകാത്ത വീടിനെ കുറിച്ചാണ് യേശു പറയുന്നത്. Flood and the rain and everything came and the house is solid. കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, വെള്ളപ്പൊക്കം വന്നു, ഈ വീടിനെതിരായിട്ട് അടിച്ചു, പക്ഷെങ്കിൽ അത് ഇളകിയില്ല. You know what that house is? ആ വീട് ഏതാണെന്ന് അറിയാമോ? The church. അതാണ് സഭ. If you hear my words നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേട്ടിട്ട് and do everything that I have said here, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ your house will be like that. നിങ്ങളുടെ വീട് അങ്ങനെയുള്ള വീടായിരിക്കും. Matthew 7 verse 25. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. And when I read it, ഞാനത് വായിച്ചപ്പോൾ I said, Lord, that is the only type of church I want to build. അത് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു, കർത്താവേ, ഞാൻ പണിയുന്ന സഭ ഇങ്ങനെയുള്ള ഒരു സഭയായി. That is why I am going to preach the Sermon on the Mount till the end of my life. അതുകൊണ്ടാണ് ഈ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. And if as a result of that people leave the church, let them leave. ഇത് കാരണമായിട്ട് ആരെങ്കിലും സഭ വിട്ടുപോകുന്നെങ്കിൽ അവർ വിട്ടുപോയിക്കോട്ടെ. I have seen in India sometimes a mason is constructing a house. ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ട് പലപ്പോഴും മേശിരിമാരെ വീട് പണിയുമ്പോൾ So he'll be in that wooden platform a little height where he's sitting there and building. അവന് ഇരുന്ന് ചെയ്യുന്ന ഈ ശലയിട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, കുതിരയിട്ട് ചെയ്യുന്ന പണിയുണ്ടല്ലോ. And somebody from the worker from the bottom will throw one brick up to him. താഴെ നിൽക്കുന്ന ഒരാള് മേളിലോട്ട് ഒരു ഇഷ്ടിക എറിഞ്ഞു കൊടുക്കും. And the mason will take the brick. അദ്ദേഹം മേളിൽ ഇരിക്കുന്ന ആ മേശിരി ആ ഇഷ്ടിക കയ്യിലെടുത്തിട്ട് and he will tap it. അതിനെ ഒന്ന് അടിച്ചു നോക്കും. Don't want it, throw it away. ചിലത് അദ്ദേഹം ഉടനെ തന്നെ തിരസ്കരിക്കും, അത് എറിഞ്ഞു കളയും. This is not a good brick. അതൊരു നല്ല കട്ടയല്ല. I don't want it in this building. ഈ ബിൽഡിങ്ങിൽ അത് പണിയാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അതിനെ the chap throws up another brick. മറ്റൊന്നിനെ അവന് എറിഞ്ഞു കൊടുക്കും, taps it. അത് ചെറിയ ചുറ്റി കൊണ്ട് അടിച്ചു നോക്കും. Now I can put this in the building. ഓക്കെ, ഇത് കുഴപ്പമില്ല, അതിനെ പണിയാൻ പറ്റും. You've seen it also. നിങ്ങളിത് കണ്ടു കാണും. That is exactly what Jesus is doing. അതേ കാര്യം തന്നെയാണ് യേശു ഇന്ന് ചെയ്യുന്നത്. So many people come like bricks to our church. അതെ, ഇങ്ങനെയുള്ള കട്ടകൾ പോലെ അനേകര് നമ്മുടെ സഭകളിലേക്ക് കടന്നു വരുന്നുണ്ട്. And the Lord examines them. ദൈവം ഓരോന്നിനെ ശോധന ചെയ്യും. I don't put them away. The Lord puts them away. ഞാൻ ആരെയും ഒഴിവാക്കുന്നില്ല, ദൈവമാണ് അവരെ ഒഴിവാക്കുന്നത്. Sometimes they stay for a little while. ചിലപ്പം കുറച്ച് നാൾ അവർ സഭയിൽ നിൽക്കും, then they'll go. അത് കഴിയുമ്പോൾ അവർ പോകും. I've heard in some place when they bring the bricks, ചില സ്ഥലങ്ങളിൽ അവർ ഈ കട്ടകൾ ഇഷ്ടികൾ കൊണ്ടുവരുമ്പോൾ they are not sure about the suppliers, what type of quality bricks he has supplied. ഒരു പക്ഷെങ്കിൽ ഇതുണ്ടാക്കിയ നിർമ്മാതാവിന് അതിന്റെ ഗുണനിലവാരം എത്രയുണ്ടെന്ന് അവർക്ക് അറിയില്ലെങ്കിൽ take a few bricks and put it in a bucket of water overnight. അവര് കുറച്ച് ഇഷ്ടിക എടുത്തിട്ട് ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെക്കും. And if in the morning it has all crumbled, so we don't want പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഈ കട്ടയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവര് ആ ലോട്ട് മുഴുവനും take the whole lot away. We don't want this. ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചയക്കും. So building the church is also like that. സഭയുടെ പണിയും അങ്ങനെ തന്നെയാണ്. Sometimes it takes a whole night or sometimes
one or ചിലപ്പോൾ two, കുറച്ച് സമയമെടുക്കും. 1 or 2 years to discover, ചിലപ്പോൾ hey, 1-2 this വർഷം സമയമെടുക്കും guy is not really, he falls away. അത് ചിലപ്പോൾ 1-2 വർഷം സമയമെടുക്കും And then he falls away. ഇറങ്ങിപ്പോവാൻ. പിന്നെ അവർ പിൻവാങ്ങിപ്പോവും. I'm not disturbed. എനിക്കത് കണ്ട ഒരു പ്രയാസവുമില്ല. When I see that mason putting away one brick, I don't tell him, no, put it. അതെ, ഈ വീട് പണിയുന്ന മേശിരി ഒരു കട്ട എടുത്തിട്ട് അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കളയുന്ന കണ്ട വലിയ അത് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവനെ നിർബന്ധിക്കാറില്ല. He will say, sir, you want a bad house or what? അപ്പോൾ അവൻ എന്നോട് ചോദിക്കും, എന്തുവാ നിനക്ക് ബലമില്ലാത്ത ഒരു വീടാണോ പണിയേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ. The Lord also takes away some people. ദൈവം തന്നെ അങ്ങനെ ചിലരെ സഭയിൽ നിന്ന് നീക്കും. See Zephaniah. സെഫന്യായുടെ പുസ്തകം, Zephaniah chapter 3 സെഫന്യ 3-ാം അധ്യായം and verse 11. അതിന്റെ 11-ാമത്തെ വാക്യം. See what the Lord says. എന്താണ് ദൈവം പറയുന്നത്? In the middle of that verse. അതിന്റെ മധ്യത്തില്, I will remove from your midst the proud, exulting people. No one will be haughty on my holy mountain. ഞാൻ നിന്റെ മധ്യേ നിന്ന് ഗർവോല്ലസിതന്മാരെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളിൽ നിന്നും. Today the holy mountain is the church. ഇന്നത്തെ വിശുദ്ധ പർവ്വതം സഭയാണ്. Who does the removing? ആരാണ് സഭയിൽ നിന്നും നീക്കം ചെയ്യുന്നത്? I will remove, says the Lord. ദൈവമാണ് പറയുന്നത്, ഞാൻ അവരെ നീക്കം ചെയ്യും. He is not removing those who are uneducated or those who don't know the Bible. വിദ്യാഭ്യാസമില്ലാത്തവരെയോ വേദപുസ്തകം അറിയാത്തവരെ നീക്കിക്കളയുമെന്നല്ല പറയുന്നത്. But the proud, അതെ, നിഗളികളായവരെ, those who exalt themselves, ഗർവോല്ലസിതന്മാർ, I will remove them. അവരെയാണ്, And നിഗളികളെയാണ്. little after removing all of them, അവരെ നീക്കിക്കളഞ്ഞതിന് ശേഷം I will leave, verse 12, among you അതിന്റെ 12-ാം വാക്യം, a humble, lowly people who will take refuge in the name of the Lord. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. I want to tell you one thing. നിങ്ങളോട് ഒരു കാര്യം പറയുവാൻ ഞാൻ When ആഗ്രഹിക്കുന്നു. Jesus finally comes, യേശു അവസാനമായിട്ട് വരുമ്പോൾ, and he gathers his real church from here and there, different groups. വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് യേശു തന്റെ യഥാർത്ഥ സഭയെ ശേഖരിക്കുമ്പോൾ, I'm not saying all of Jesus' church is in CFC. He has got godly people in different groups. CFC-യിലുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ സഭയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എവിടെങ്ങളായ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ തനിക്കുള്ളവരെ യേശുവിന്റെ സഭയിൽ. But I do believe one thing, that we preach a much higher standard than almost anybody else. മറ്റുള്ളവരെക്കാൾ ഉന്നത നിലവാരമാണ് നമ്മൾ പ്രസംഗിക്കുന്ന ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. But he has got his people everywhere. എന്നാൽ യേശുവിന് തന്റെ യഥാർത്ഥ സഭയിലുള്ള ആൾക്കാർ മറ്റെല്ലായിടങ്ങളിലും ഉണ്ട്. He's got some godly people even in the Roman Catholic Church. ഒരുപക്ഷേ റോമൻ കത്തോലിക്ക സഭയിൽ പോലും വിശ്വസ്തരായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരുണ്ടായിരിക്കും. Their doctrine is wrong. ഒരുപക്ഷേ അവരുടെ ഉപദേശം തെറ്റാണെങ്കിൽ. But the Lord is gathering together the humble. എന്നാൽ യേശു അവരെ കൂട്ടിച്ചേർക്കുന്നത് താഴ്മയുള്ളവരെയാണ്. Humble, lowly people, verse 12. അതെ, അതിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. They are the ones who will form his church. അവരാണ് കർത്താവിന്റെ സഭ. And these are people, verse 13, who will not tell lies. ഇസ്രായേൽ ശേഷിയുള്ളപ്പോൾ അവര് നീതികേട് പ്രവർത്തിക്കില്ല, ഭോഷ്ക് പറയുകയില്ല. Very important. വളരെ പ്രധാനപ്പെട്ട കാര്യം. That means they don't pretend to be holy. അവര് വിശുദ്ധരാണെന്ന് തങ്ങളെ തന്നെ നടിക്കുകയില്ല, പുറമേ കാണിക്കുകയില്ല. Then the Lord will dwell in our midst. Verse 15. അതിന്റെ 15-ാം വാക്യം, അങ്ങനെ യഹോവ, the King of Israel, the Lord is in our midst. So this is what the Lord is doing today. അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. And with such people, it says in verse 17, the Lord will be very happy. He will exult over you with joy, and he will rejoice over you with shouts of joy. അതെ, ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് 17-ാം വാക്യം പറയുന്നത്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. He's not happy with people who are just living in sin and sitting in the church. അതെ, സഭയിൽ ഇരുന്നു കൊണ്ട് പാപത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് സന്തോഷമില്ല. So I want to say a few words about the difference between temptation and sin, so that we don't get condemned. അതെ, പാപത്തിന്റെ പരീക്ഷയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. The Bible says in Romans 8:1, there is no condemnation if we are in Christ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് നാം വായിക്കുന്നു. Okay, let's turn to James chapter 1. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. James 1. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം. He says here is the difference between temptation and sin. ഇവിടെയാണ്
പരീക്ഷയും പാപവും തമ്മിലുള്ള വ്യത്യാസം. And he uses the example of a baby being born. ഇവിടെ ഒരു ജനിക്കുന്ന ശിശുവിന്റെ ഉദാഹരണമാണ് എടുത്തിരിക്കുന്നത്. It says here, when a man is tempted, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോൾ he is being drawn, pulled to commit sin. അവന് പാപം ചെയ്യുവാനായിട്ട് പരീക്ഷിക്കപ്പെടുകയാണ്. Like, when Eve looked at the tree and was attracted towards it. This is a nice tree. ഏദൻ തോട്ടത്തില് ഹൗവ ആ വൃക്ഷത്തിന്റെ ഫലത്തെ നോക്കിയപ്പോൾ അതിനൊരു ആകർഷണീയത ഉണ്ടായിരുന്നു. ആ വൃക്ഷം അവളെ അതിലേക്ക് ആകർഷിച്ചു. That was temptation. അതാണ് പരീക്ഷണം. Then it says in verse 14. അതിന്റെ 14-ാം വാക്യം പറയുന്നത്, each man is tempted when he is drawn and enticed by his own lust. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാകുന്നു. It is still not sin. അപ്പോഴും പാപമായിട്ടില്ല. But when the lust is conceived, it gives birth to sin. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. So that means when a thought comes into my mind, നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരുമ്പോൾ, a bad thought, അതൊരു തെറ്റായ ചിന്തയാണ്, pulling me into something wrong, ഒരു തെറ്റായ മാർഗത്തിലേക്ക് ആ ചിന്ത എന്നെ വശീകരിച്ച് കൊണ്ടുപോവുകയാണ്. It's still not sin. എന്നിട്ട് നാം പാപത്തിന്റെ വാക്കിലെത്തിയില്ല. In my mind, എന്നാൽ എന്റെ മനസ്സിൽ, if I agree with it, ആ ചിന്തയോട് നാം യോജിച്ചാൽ, സമ്മതിച്ചാൽ, yes, അതിനോട് നമ്മൾ യേശു പറഞ്ഞാൽ, I want to enjoy that dirty thought. ആ മ്ലേച്ഛമായ ആ ചിന്ത അത് ആസ്വദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ, I want to keep that bitterness against that person. ആ വ്യക്തിയോടുള്ള ആ ഒരു കയ്പ് എന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, then I sin. അപ്പോൾ അത് പാപമാണ്. Because my mind has agreed with that. കാര്യം എന്റെ മനസ്സ് അതുമായിട്ട് സമ്മതം പ്രകടിപ്പിച്ചു. But if I say no, എന്നാൽ അത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, there's no conception. അവിടെ ഗർഭം ധരിക്കുന്നില്ല. You see, it's like we uses the word here about conception and giving birth to sin. അതെ, ഇത് മോഹം, അതിന്റെ 15-ാം വാക്യം, മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കും. So he is using the picture of a woman giving birth to a baby. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് എങ്ങനെയാണോ അതിനോടുള്ള താരതമ്യത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. See, think of a girl who's a virgin. ഒരു കന്യകയായ ഒരു സ്ത്രീ, and here is a very handsome young man who tries to attract her. ഒരു വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരന് അവളെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. Just like it is happening in our colleges nowadays. നമ്മുടെ കോളേജുകൾ, വിദ്യാലയങ്ങളിലൊക്കെ ഇന്ന് സംഭവിക്കുന്നത് പോലെ. That girl is alone there. ആ പെൺകുട്ടി അവിടെ തനിച്ചാണ്. Parents are all far away. മാതാപിതാക്കൾ ദൂരെയാണ്. And here is a man attracting her. ഇവിടെ ഒരു യൗവനക്കാരൻ അവളെ ആകർഷിക്കുകയാണ്. And she's really being drawn to him because he's a rich man and he's a very handsome man, സുന്ദരനായിരിക്കാം. അതുകൊണ്ട് ആ സ്ത്രീ, ആ പെൺകുട്ടി അവനിലേക്ക് ആകർഷിക്കുകയാണ്. helps her in so many ways. ഒരുപക്ഷെ അവൻ അവളെ പല മേഖലകളിൽ സഹായിക്കുന്നുണ്ടായിരിക്കാം. And gives her gifts. അവൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. And she's attracted. അവള് അങ്ങനെ അവനിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. But she doesn't have a baby. പക്ഷേ അവൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. But when she gives herself one day to him, പക്ഷേ ഒരിക്കൽ അവള് പൂർണ്ണമായിട്ടും അവന്റെ സമ്മതത്തിന്, അവന്റെ ഇഷ്ടത്തിന് അവളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, gives her body, അവളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, and then they unite, then she has a baby. അപ്പോഴ് അവര് ഒന്നിച്ച് ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ട് പിന്നെ ഒരു ശിശു ഉണ്ടാകുകയാണ്. But otherwise she's attracted, there's no baby. അവള് ആകർഷിക്കപ്പെടുന്നു, പക്ഷെങ്കിൽ അവള് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. However much you may be attracted, if you don't give yourself, there's no baby. എത്രയധികം വശീകരിച്ചാലും ആകർഷിക്കപ്പെടുന്നു, പക്ഷെങ്കിൽ തന്നെത്താൻ അവൾ അതിനെ സമർപ്പിക്കുന്നില്ല. So think of this in relation to temptation and sin. പാപത്തെക്കുറിച്ചും പരീക്ഷണത്തെക്കുറിച്ചും ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Something attracts you. നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ ആകർഷിക്കുന്നു. Money, പണം, pretty women, സൗന്ദര്യമുള്ള സ്ത്രീകൾ, some honor in the world, ലോകത്തിൽ ചില ബഹുമതികൾ, some desire to be an elder in the church, ഒരുപക്ഷേ സഭയിലെ ഒരു മൂപ്പനാകാനുള്ള താല്പര്യം, desires pulling you. അത് നിങ്ങളെ അങ്ങ് വലിക്കുകയാണ്. ഒരു പരീക്ഷണം. You have not sinned. നിങ്ങൾ പാപം ചെയ്യുകയല്ല. Because birth, the baby is not born. ഇതുവരെ കുഞ്ഞ് ജനിച്ചിട്ടില്ല. But then in your mind you finally yield to it. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇത് നിങ്ങൾ അവസാനമായിട്ട് ഇതിന് സമ്മതിക്കുക. Yes, I'll accept that thought. പക്ഷേ ആ
ചിന്തയെ ഞാൻ അംഗീകരിക്കുന്നു I'll എന്ന് keep പറഞ്ഞ് that നിങ്ങൾ ഏൽപ്പിച്ചു I'll കൊടുക്കുകയാണ്. keep that bitterness. ആ കയ്പ് ഞാൻ എന്റെ ഹൃദയത്തിൽ വെക്കുകയാണ്. I'll keep that ambition to be somebody big in the world, അതെ, ലോകത്തിലെ ഒരു വലിയവനാകാനുള്ള ആ ആഗ്രഹം or ഉള്ളിൽ to be വെക്കുകയാണ്. somebody big in the church. സഭയിൽ വലിയവനാകാനുള്ള ആഗ്രഹം ഞാൻ ഉള്ളത്തിൽ വെക്കുകയാണ്. Then your mind is agreed with that അപ്പോൾ നിങ്ങളുടെ മനസ്സ് temptation, അതുമായിട്ട് യോജിക്കുകയാണ്. and a baby is born. അപ്പോൾ ഒരു ശിശു ജനിക്കുകയാണ്. Then it is sin. അതാണ് പാപം. That's why we have to make sure our mind does not agree with the temptation. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് അതിന് നമ്മൾ സമ്മതം കൊടുക്കരുത്. Even if that man is attracting the girl 100 times a day, ഒരു പക്ഷേ ഒരു ദിവസം 100 പ്രാവശ്യം ഈ ചെറുപ്പക്കാരന് ഈ പെൺകുട്ടിയെ വശീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും, you can sit in a meeting like this and have the dirtiest thought come into your mind. നിങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും മ്ലേച്ഛമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ You haven't sinned. പക്ഷേ നിങ്ങൾ പാപം ചെയ്യുന്നില്ല. You reject it. നിങ്ങൾ അതിനെ അന്നേരം തന്നെ തിരസ്കരിക്കുകയാണ്. That's not me. I don't want it. അത് എനിക്ക് ബന്ധപ്പെട്ട കാര്യമല്ല, ഞാൻ അതിനെ ഉപേക്ഷിക്കുകയാണ്. You know, there was a man who said it like this. ഒരു മനുഷ്യൻ ഇങ്ങനെ Difference between temptation and sin. പാപവും പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം. You cannot stop all the birds from flying over your head. അല്ലെ, നിങ്ങളുടെ തലയ്ക്ക് മീതെ പക്ഷികൾ പറക്കുന്നതിനെ നിങ്ങൾക്ക് തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. But if they start making a nest in your hair, then you can stop it. പക്ഷെ എന്നാൽ നിങ്ങളുടെ തലയിൽ അതൊരു കൂട് വെക്കാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. And if you allow the bird to come and start putting the leaves to make a nest, and you haven't stopped it, നിങ്ങളുടെ തലയിൽ ഒരു പക്ഷി കൊണ്ടുവന്ന് കൂട് വെക്കാൻ ശ്രമിച്ചാൽ അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. thoughts will come and go and come. ചിന്തകൾ വരും പോകും, പക്ഷെ അതിനെ നമ്മൾ ഇടം കൊടുക്കരുത്. I say no, I will not allow it to rest in my mind. പക്ഷെ അതെന്റെ മനസ്സിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ I am അനുവദിച്ചു. saying this to deliver you from condemnation, thinking that temptation is sin. പക്ഷേ നിങ്ങളെ തന്നെ സ്വയം കുറ്റം വിധിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നതൊന്നും പാപമല്ല. Because some people are so sensitive, when temptation comes they say, oh, I have sinned. ചില ആൾക്കാർ വളരെ സെൻസിറ്റീവ് ആണ്. അവർ വിചാരിക്കും ഇങ്ങനെയുള്ള ചിന്തകളും ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത് പാപമാണ്. When will you stop getting temptation? എപ്പോഴാണ് നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കുന്നത്? When you go to heaven. നിങ്ങൾ സ്വർഗത്തിലെത്തുന്നതും വരെ നിങ്ങളെ ഇത് തുടർന്നു. Even Jesus was tempted. യേശു ക്രിസ്തു പോലും പരീക്ഷിക്കപ്പെട്ടു. The birds were flying over his head also. യേശുവിന്റെ തലയുടെ മുകളിൽ കൂടെയും പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. He did not allow them to rest in his mind. പക്ഷേ അവന്റെ തലയിൽ കൂടുവെച്ച് വസിക്കുവാൻ തക്കവണ്ണം യേശു അനുവദിച്ചു. I'll give you an example. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറയാം. Thought came into Jesus' mind. യേശുവിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. Turn the stones into bread. അതെ, ഈ കല്ലുകളെ അപ്പമായി തീരുവോ? Because you have a need. കാര്യം നീ വിശന്നിരിക്കുകയാണ്, നിനക്കൊരു ആവശ്യമുണ്ട്. Meet your need. നിന്റെ ആ ആവശ്യം അത് പരിഹരിക്കപ്പെടുവാൻ. Jesus said no. പക്ഷേ യേശു പറഞ്ഞു വേണ്ട. My Father has not allowed me to use his power for such things. എൻ്റെ പിതാവ് എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഈ ശക്തി ഉപയോഗിക്കുവാൻ എന്നെ അനുവദിച്ചിട്ടില്ല. I will go and get bread from somewhere else. മറ്റെവിടുന്നെങ്കിലും അപ്പം വാങ്ങിച്ച് കഴിക്കുവാൻ എനിക്ക് കഴിയും. He rejected it. യേശു അതിനെ തിരസ്കരിച്ചു. Then another thought. മറ്റൊരു ചിന്ത. See, you want to be accepted by everybody as Messiah, right? രക്ഷകനായിട്ട് എല്ലാവരും നിന്നെ അംഗീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. Go to the top of the mountain of the temple in Jerusalem. ആ മന്ദിരത്തിന്റെ ഏറ്റവും മേളിലോട്ട് കയറിയിട്ട് and from that great height jump down. ആ വലിയ ഉയരത്തിൽ നിന്ന് നീ താഴോട്ട് ചാടുക. And the angels will carry you down slowly. സ്വർഗ്ഗത്തിലെ ദൂതന്മാർ വന്ന് അവർ ചെറുക നിന്നെ കരങ്ങളിൽ താങ്ങി താഴെ കൊണ്ടുവരും. Of some verse in Psalm 91. 91 സങ്കീർത്തനത്തിൽ അവർ തന്നെ ചെറുകിൽ നിന്നെ വഹിക്കുമെന്ന് come down like that, all the people say, oh നീ അങ്ങനെ സുരക്ഷിതനായിട്ട് താഴെ വരുന്നത് കാണുമ്പോൾ എല്ലാവരും വന്ന് നീ രക്ഷകനാണെന്ന് പറയും. Jesus said no. യേശു പറഞ്ഞു വേണ്ട. I'm not going. There is a steps in the temple. Why should I jump down? ഈ സ്റ്റെപ്പ് ഈ മന്ദിരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുവാൻ പടികളുണ്ട്, കോണിപ്പടികളുണ്ട്. അതുള്ളപ്പം പിന്നെ ഞാൻ താഴോട്ട് ചാടേണ്ട ആവശ്യമില്ലല്ലോ. But today the people do that. പക്ഷെ ഇന്ന് ആൾക്കാർ അത് ചെയ്യാറുണ്ട്. The devil says, you're sick. അവർ പറയും നിങ്ങൾ രോഗിയാണ്. The devil says. പിശാച് പറയും don't take medicine. മരുന്നൊന്നും എടുക്കരുത്. Take a promise from God. ദൈവത്തിൽ നിന്നുള്ള വാഗ്ദത്തം സ്വീകരിക്കുക. Jump down. താഴോട്ട് ചാട്. And some people do that and they die. ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. മരുന്നൊന്നും എടുക്കാതെ താഴോട്ട് ചാടി അങ്ങനെ മരിക്കുന്നവരുണ്ട്. Sensible person says. പക്ഷേ ഒരു ബുദ്ധിയുള്ള ആൾ പറയും, if there are steps there, why should I jump down? ഇവിടെ സ്റ്റെപ്പ് ഉള്ളപ്പം പിന്നെ ഞാൻ എന്തിനാണ് താഴോട്ട് ചാടുന്നത്? If God has given me medicines, why should I try and tempt him? ദൈവം തന്നെയാണ് ലോകത്തിലെ മരുന്നും കാര്യങ്ങളും ഒക്കെ തന്നിരിക്കുന്നത്. ദൈവം തന്നിരിക്കുമ്പോൾ പിന്നെ ഞാൻ ബുദ്ധി ഉപദേശിച്ച് അത് ഉപയോഗിക്കല്ലേ വേണ്ടത്? Jesus rejected that temptation. ആ വിധത്തിലുള്ള ആ ഒരു പരീക്ഷണം
യേശു അതിനെ Then another തിരസ്കരിച്ചു. thought came into his mind. അപ്പോൾ മറ്റൊരു ചിന്ത യേശുവിന്റെ മനസ്സിലേക്ക് വന്നു. The devil says, bow down to me. അപ്പൊ പിശാച് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ I'll give you money, നിനക്ക് പണം തരാം, honor. നിനക്ക് ബഹുമാനം തരാം. He says, no, I won't do it. യേശു പറഞ്ഞു, വേണ്ട, I will only bow down to the Father. ഞാൻ എന്റെ പിതാവിനെ മാത്രമേ വീണ് So നമസ്കരിക്കൂ. Jesus was tempted with thoughts in his mind, but he didn't sin. യേശുവിന്റെ ഈ ചിന്താമണ്ഡലത്തിൽ ഈ വിധത്തിലുള്ള ചിന്തകൾ കൊണ്ടാണ് പിശാച് യേശുവിനെ You can പരീക്ഷിക്കുന്നത്. be യേശു tempted ഒരിക്കലും in പാപം you ചെയ്തിട്ടില്ല. can be tempted in your office. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ ഈ വിധത്തിൽ പരീക്ഷിക്കപ്പെടാം. How does the devil tell you to bow down to him? പിശാച് പറയും നിങ്ങളോട്, നീ ജസ്റ്റ് ഒന്ന് നമസ്കരിച്ചാൽ മതി. You write a little false certificate. I'll give you some money. ഒരു തെറ്റായ സർട്ടിഫിക്കറ്റ് എഴുതുവാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് പണം തരാം. You say that you spent so much when you actually did not spend so much. നിങ്ങൾ പിന്നെ In the government office something. ഗവൺമെന്റ് ഓഫീസ് കണക്കുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ചെലവാക്കിയതിനെക്കാട്ടിൽ കൂടുതൽ ചെലവാക്കി എന്നുള്ള കണക്ക് എഴുതുക. You can get some more money. നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ സമ്പാദിക്കാമല്ലോ. There's little lie there. It doesn't matter. Everybody is doing it. Why can't you also? എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? You say no. You say no, I won't do it. നിങ്ങൾ പറയും, വേണ്ട, ഞാനത് ചെയ്യില്ല. So we must distinguish between temptation and sin. അതെ, പരീക്ഷണവും പാപവും തമ്മിൽ നാം If തിരിച്ചറിയും. you don't distinguish it, you will keep on getting condemned. നിങ്ങളിത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ തന്നെ സ്വയം കുറ്റം വിധിക്കുന്നവരായി. Second thing അടുത്തത്, is we must never get discouraged if we fall. നിങ്ങൾ ഒരിക്കൽ വീണു പോകുന്നത് ഓർത്ത് നിങ്ങൾ If you നിരുത്സാഹപ്പെടരുത്. fall, say, okay, Lord, I have fallen. ഒരുപക്ഷെ നിങ്ങൾ വീണെങ്കിൽ കർത്താവിനോട്, കർത്താവേ, ഞാൻ വീണുപോയി, I'm sorry. എന്നോട് I ക്ഷമിക്കണം, don't want to do it again. ഇനിയും വീഴുവാൻ ഞാൻ Give ആഗ്രഹിക്കുന്നില്ല, me victory. എനിക്ക് ജയം തരണം, Forgive me for my failure. എനിക്ക് എൻ്റെ ഈ പരാജയത്തിൽ നിന്ന് എന്നോട് ക്ഷമിക്കണം. And get up. Get up. എന്നിട്ട് എഴുന്നേക്കുക. Don't lie down there and say, oh, I fell. അവിടെ വീണ് കിടന്നിട്ട് അയ്യോ ഞാൻ വീണു പോയല്ലോ എന്ന് പറഞ്ഞ് സഹതപിക്കുകയല്ല. Because then you'll fall again. എന്നാൽ നിങ്ങൾ പിന്നെയും വീഴും. So these are the two sins I always tell you must be careful about. ഇതാണ് രണ്ട് പാവങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത്. Condemning yourself നിങ്ങളെ തന്നെ വിധിക്കുക, കുറ്റം and വിധിക്കുക, getting discouraged. നിരുത്സാഹപ്പെടുക. If you avoid these two, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ it's like കഴിയും. sometimes you see in a road one big red line, no entry. ചില റോഡുകൾ നമുക്കറിയാം, ചില വലിയ നോ എൻട്രി സൈൻ നമ്മൾ കാണുന്നുണ്ട്. This is also two roads, no entry. ഇതും നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രണ്ട് നോ എൻട്രി. Discouragement, no entry. നിരാശ നമ്മുടെ ജീവിതത്തിൽ ഒരു നോ എൻട്രിയാണ്. Condemning yourself, no entry. സ്വയം കുറ്റം വിധിക്കൽ, അതും നമുക്ക് കടന്നുകൂടാത്ത നോ എൻട്രി റോഡാണ്. You know, somebody did not tell me this when I was a young believer. ഞാനൊരു യൗവനക്കാരനായിരുന്നപ്പോൾ, ഒരു വിശ്വാസിയായിരുന്നപ്പോൾ എന്നോട് ആരും ഇത് പറഞ്ഞില്ല. So I used to condemn myself so often. I used to get അതുകൊണ്ട് discouraged. ഞാനും എന്നെ തന്നെ ഇങ്ങനെ കുറ്റം വിധിച്ച് നാളുകൾ പോക്കിയിട്ടു. So I'm telling you this so that you can be helped. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. God wants us to be happy as His children. തൻ്റെ മക്കളെന്ന നിലയ്ക്ക് നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. Because when you are always happy like this, എപ്പോഴും നമ്മൾ ഈ വിധത്തിൽ സന്തോഷമുള്ളവരായിരുന്നാൽ Holy Spirit can speak to you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് The Holy സംസാരിക്കാൻ Spirit can give you words for other people. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ തരുവാൻ But പരിശുദ്ധാത്മാവിന് if you're always discouraged and condemning yourself, നിങ്ങൾ തന്നെത്താൻ എപ്പോഴും കുറ്റം വിധിച്ചിട്ട് നിരുത്സാഹരായിരുന്നാൽ you won't have words to bless other people. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള വാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. So let's avoid these two sins completely in our life. ഈ രണ്ട് വിധത്തിലുള്ള പാപങ്ങൾ പൂർണ്ണമായും നമ്മുടെ ജീവിതം നമുക്ക് ഒഴിവാക്കാം. Discouragement and self-condemnation. നിരുത്സാഹപ്പെടുന്നതും സ്വയം കുറ്റം വിധിക്കുന്നതും. Seek with all your heart for victory over anger and sexual lust. പാപത്തിന്റെ മേലും ലൈംഗിക മോഹത്തിന്റെ മേലും ഉള്ള പാപത്തിൽ നിന്നുള്ള Give me the power of your Holy Spirit. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് തരണമേ. That's the only way I can do it. അതുകൊണ്ട് മാത്രമേ എനിക്ക് അതിനെ ജയിക്കുവാൻ കഴിയൂ. That is why it's important to be filled with the Holy Spirit. അതുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ട ആവശ്യം. So I pray that if we keep the standard, we'll have a church which is built on a rock that will not shake. അതെ, പാറമേലടിസ്ഥാനപ്പെട്ട് പണിത ആ വീട് പോലെ എന്ത് കൊള്ളിളക്കം വന്നാലും ഇളകാത്ത ഒരു വീടായിട്ട് And I believe God will help us. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കും. ഞാൻ പൂർണ്ണമായിട്ട് Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗപിതാവേ, we thank you there is no condemnation for us as we seek to live in you. കർത്താവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Help everyone here to live in that freedom.
ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. Never to be discouraged. ഒരിക്കലും Never നിരുത്സാഹപ്പെടാതെ, to condemn ourselves. ഒരിക്കലും സന്നദ്ധാൻ കുറ്റം വിധിക്കാതെ, To quickly confess our sin. ഞങ്ങളുടെ പാപങ്ങളെ എത്രയും വേഗം ദൈവസന്നിധിയിൽ To ഏറ്റുപറഞ്ഞ് quickly apologize to one another. മറ്റുള്ളവരോട് എപ്പോഴും പെട്ടെന്ന് ക്ഷമ ചോദിച്ച് To keep our heart clean. ഞങ്ങളുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുവാൻ, Be free from anger. എല്ലാ കോപത്തിൽ നിന്ന് എപ്പോഴും സ്വതന്ത്രരായി, Overcoming sexual lust. എല്ലാ ലൈംഗിക പാപത്തിന്റെ മേലും ജയമെടുക്കുവാൻ, And to build a church that's unshakable on the rock. കർത്താവേ, ഇളകാത്ത അടിസ്ഥാനമുള്ള ഒരു സഭയായിട്ട്, പാറമേൽ അടിസ്ഥാനപ്പെട്ട് പണിത ഒരു സഭ പോലെ ആയ ഒരു സഭയായി തീരുവാൻ, Give us fellowship with such people. അങ്ങനെയുള്ളവരുമായിട്ടൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് തരണമേ. Pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.